യു പാസ്റ്റർ. ദൈവത്തിൻ്റെ പൊന്നു തിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ കർത്താവിൻ്റെ ഭൃത്യന്മാർ നല്ല ഗാനങ്ങൾ പാടി നമ്മെ കർത്താവിൽ സന്തോഷിപ്പിക്കുന്ന ഷെക്കേന ഗോസ്പൽ സിംഗേഴ്സ്, ഇന്ന് രാത്രി മഹത്വമാർന്ന കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർ, ശബ്ദസീമയ്ക്കുള്ളിൽ ആലിക്കോടും മണ്ണടിക്കോണവും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ദേശനിവാസികൾ, ഈ രാത്രി വചന കേൾവിക്കും ആരാധനയ്ക്കുമായി കടന്നു വന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ഒരു ദിനം കൂടി നിസ്തുല്യനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം സന്ധ്യയെങ്കിൽ വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവൻ ഒരു ദിനം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. രണ്ടാമത് രാത്രി, ഇന്നലെ രാത്രിയും വെളിപ്പാട് പുസ്തകം, വെളിപ്പാട് 4:1 അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക, മേലാൽ എന്ത് സംഭവിക്കും? അതിനനുസരിച്ച് ദൈവസഭ എടുക്കപ്പെട്ടാൽ റോബോട്ടിൻ്റെ കാലഘട്ടത്തെപ്പറ്റി ഇന്നലെ രാത്രി വെളിപ്പാട് 13:15 മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. സോഫിയ റോബോട്ട് വരുന്നുണ്ട്. അതിൻ്റെ പുറകെ റോബോട്ടിന് ആത്മാവിനെ കിട്ടും. റോബോട്ടിന് മടങ്ങാത്തവരെ കൊല്ലിക്കുവാൻ അതിന് അധികാരം കിട്ടും. ഇൻ്റർനെറ്റ് മർഡർ, സാത്താന് കൊലപാതകം ചെയ്യാൻ കഴിവില്ല, അതിന് മനുഷ്യനെ കൊലപാതകത്തിലേക്ക് നയിക്കും. ബ്ലൂ വെയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന ബ്ലൂ ബ്രെയിൻ, അതിന് ആസ്പദമായി കാടൽ ജെൻസൺ രാജ, തിരുവനന്തപുരം. അത് കഴിഞ്ഞ് വട്ടിയൂർക്കാവിലെ ദേവി ആര്യ, പാമ്പാടിക്കാരൻ നവീൻ. സാത്താനെ ആരാധിക്കുന്നവർ മരണപ്പെട്ട കാഴ്ചയും അവരുടെ ശരീരം കീറി മുറിക്കുകയും 666 ബ്ലേഡ് കൊണ്ട് വരച്ചു വെക്കുകയും ചെയ്തത് തിരുവനന്തപുരം ഞെട്ടിയ കാഴ്ച. ഇന്നലെ രാത്രി 1-ാം ഭാഗം. താമസമിന റോബോട്ടിൻ്റെ പ്രതിമ നമ്മുടെ മൊബൈലിനകത്തും ലാപ്ടോപ്പിനകത്തും വരുന്നതിന് മുമ്പ് കാന്തൻ്റെ പൊന്മുഖം ഈ തലമുറയിൽ ദൈവസഭ കാണും. അതുപോലെ തന്നെ ഈ എതിർ ക്രിസ്തുവിന് ഒരധികാരം ലഭിക്കുന്നു. അതിന് ബ്ലൂ ബ്രെയിൻ, ആ ഒരു അധികാരം അവൻ്റെ മേൽ വരും. ആ അധികാരം വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ദൈവസഭ എടുക്കപ്പെട്ടാൽ യഹൂദന് വേണ്ടി ദേവാലയം പണിയും. വെളിപ്പാട് 6:1-2 കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചു. വെള്ളക്കുതിരയെ കണ്ടു. ജയിക്കുന്നവന് ജയിപ്പാനുമായി അവൻ പുറപ്പെട്ടു. ഒരു കിരീടം അവന് ലഭിച്ചു. അങ്ങനെയെങ്കിൽ 12 കൂട്ടം കാര്യങ്ങൾ ഇന്നലെ രാത്രി യെരൂശലേം ദൈവാലയം. 14-ാമത്തെ കാര്യം ഇന്നലെ രാത്രി പുറപ്പാട് 30, 12, 13 ആലയത്തിനകത്ത് കാണിക്കയിടുവാൻ യഹൂദന്റെ വീട്ടിൽ മുഴുവൻ ആര് പൈസ കൊടുത്തിരിക്കുന്നു? ഗവൺമെന്റ് എല്ലാവർക്കും 20 വയസ്സിൽ മേലുള്ളവർക്ക് അരശേക്കൽ കൊണ്ടിടുവാൻ. ഈ യഹൂദന്റെ ആലയം എതിർക്രിസ്തു പണിഞ്ഞാൽ അതിനകത്ത് കമ്പ്യൂട്ടറിന് കൊണ്ടുവെക്കും. ദാനിയേൽ 12:11 ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം വിശുദ്ധ സ്ഥലത്ത്. യഹൂദൻ അതിനെ വണങ്ങത്തില്ല. രണ്ടാമത്തെ കാര്യം, വരുന്നവരോട് വണങ്ങുവാൻ പറയും. അതാ റോബോട്ടിന്റെ അതിപ്രസരം. 2 തെസ്സലോനിക്കർ 2:4 അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ ദൈവം, വരുന്നവർ എന്നെ വണങ്ങണം. പൂജാ വിഷയം ഞാനാ, തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. ഇന്ന് രാത്രി മോശയുടെ കൽപ്പന പ്രകാരം ന്യായപ്രമാണത്തിന്റെ ഏടുകൾ യഹൂദൻ കമ്പ്യൂട്ടറിനെ വണങ്ങത്തില്ല. അന്ന് അവന്റെ പീഡാകാലം ആരംഭിക്കും. ഇസ്രായേലിൽ നിന്ന് വരുന്ന എതിർക്രിസ്തു അല്ലെങ്കിൽ ആലയത്തിൽ ചുവന്ന പശുവിനെ മാറ്റി പന്നിയുടെ രക്തം കൊടുക്കും. ആ പന്നിയുടെ രക്തം അവൻ കൊള്ളത്തില്ല. അതുകൊണ്ട് മത്തായി 24:15-16 ഇങ്ങനൊരു വാക്യം എഴുതിയിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കാണുമ്പോൾ യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. യഹൂദൻ നിലവിളിച്ചോടുന്ന കാലം, എതിർ ക്രിസ്തുവിന്റെ പ്രതിമ റോബോട്ടിനെ വണങ്ങാതെ പന്നിയുടെ രക്തം വായിക്കൊള്ളാത്ത യഹൂദനെ എതിർ ക്രിസ്തുവിന്റെ പടയാളികൾ കഴുത്തറുത്തു വീഴ്ത്തും. ആ കാലത്തെ കാലമാ പീഡാകാല രക്തസാക്ഷികൾ. യഹൂദൻ മലയിലേക്ക് ഓടും, നിലവിളിക്കും. ആ കാലമാ യോഹന്നാൻ 9:4 ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഞാനല്ല, യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും, അവനെ കൈക്കൊള്ളും. ഇന്നലെ രാത്രി ഞാനത് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ദൈവാലയത്തിൽ റോബോട്ട് വരും. ആ റോബോട്ട് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. ദൈവസഭ. 2 എതിർ ക്രിസ്തുവിന്റെ പടയാളികൾ ഇവിടെ വന്ന് യഹൂദന്റെ തലയിറക്കും. ആ രക്തം വീഴുന്നതിന് മുമ്പ് ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിനുശേഷം മോഡി സാർ പറയുന്നു 6G, പക്ഷെ ഞങ്ങളുടെ ബൈബിൾ 9G വരെ. യഹൂദന്റെ വിടുതലിന് വേണ്ടി ദൈവസഭ എടുക്കപ്പെട്ടാൽ 2 സാക്ഷികൾ വരും. വെളിപ്പാട് 11:2-3 അവർ യെരൂശലേം ദൈവാലയത്തിന് ചുറ്റും നിന്ന്
വചനം പറയും, അന്ന് രക്ഷിക്കപ്പെടുവാൻ ഒരു അവസരമുണ്ട് യഹൂദന്. അവരെ എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ, ആഴത്തിൽ നിന്ന് വരുന്ന മൃഗം അവരെ വെട്ടിക്കൊല്ലും. അവരുടെ ശവശരീരം കല്ലറയിൽ വെക്കാൻ അനുവദിക്കത്തില്ല. ഹാനോക്കും ഏലിയാവും 3.5 ദിവസം അവിടെ കിടക്കും. ഈ ശവം കല്ലറയിൽ വെച്ച ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈ എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർക്ക് അറിയാം. നാറ്റം വമിക്കും, അവർ അന്യോന്യം സമ്മാനം കൊടുക്കും. ഇതെല്ലാം ലോകം കാണും ഇങ്ങനെ ഇന്റർനെറ്റ് വഴി. അത് സകല ദേശത്തും കാണണമെങ്കിൽ, ഭൂവാസികൾ ഇതെല്ലാം കാണണമെങ്കിൽ വരുന്നു 9G ഇന്റർനെറ്റ്. അവരുടെ ശവശരീരം അവിടെ കിടക്കുമ്പോൾ 3.5 ദിവസം കഴിയുമ്പോൾ ഉയരത്തിൽ നിന്ന് ശ്വാസം വരും. എവിടെ? എത്യോപ്യയിൽ നിന്ന് ആദമന്റെ മണ്ണിൽ ജീവശ്വാസമൂതി ഏദനിൽ കൊണ്ടുവന്ന സ്വർഗത്തിന്റെ കരത്താൽ അവരുടെ മേൽ ജീവശ്വാസം വരുമ്പോൾ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കും. ലാസറിന്റെ കല്ലറയിൽ കേട്ടതുപോലെ ഉയർത്തെഴുന്നേൽക്കും. അവരെ കണ്ട് ആര് ഭയപരവശരായി പോകും? ഈ കാണുന്ന എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഭയപരവശരായി അവർ കാലൂന്നി നിൽക്കുമ്പോൾ ഉയരത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കും. അതല്ല ലോകം കാണും 9G ഇന്റർനെറ്റ്. ഇവിടെ കയറി വരുവേൻ, അവർ മേഘത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് ഇന്നലെ വെളിപ്പാടിൽ കുഞ്ഞു വായിച്ചു. അതിനോടനുബന്ധിച്ച് അവർ കാലൂന്നി മേഘത്തിലേക്ക് കടക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് ആലിക്കോടും മണ്ണടിക്കോടും പാലിയോടും ഒരു ശബ്ദം 3.5 വർഷം പിറകിൽ മുമ്പേ കേൾക്കും. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കും. ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്നലെ രാത്രി 2 വാതിലിനെ പറ്റി. ഏതാ? ഒന്ന്, നാശത്തിലേക്കുള്ള വാതിൽ. നാശത്തിലേക്കുള്ള വാതിൽ വഴി വിശാലവും കടക്കുന്നവർ ഒത്തിരി പേരുവാ. എന്നാൽ നിത്യതയിലേക്കുള്ള വാതിൽ ഇടുക്കുവാതില. വഴി വളരെ ബദ്ധപ്പാടാ, ജീവിതവും വളരെ ബുദ്ധിമുട്ടാ. എന്നാൽ അത് കരസ്ഥമാക്കുന്നവർ നിത്യതയിൽ എടുക്കപ്പെടും. 99 ആടുകളെ വിട്ടിട്ട് കാണാതെ പോയ ഒരാടിനെ തേടി വന്ന രക്ഷകൻ തൻ്റെ മക്കളെ ചേർക്കാൻ വരുമെന്ന് ഇന്നലെ രാത്രി പറഞ്ഞുകൊണ്ട് ഇന്നലെ യോഗം സമാപിച്ചു. 3-ാം രാത്രി വീണ്ടും വെളിപ്പാടിലേക്ക്. ഇന്നത്തെ ലോക സംഭവങ്ങൾ തിരുവചന പ്രകാരം ഒരിക്കൽ കൂടി മണ്ണടിക്കോണം ദൈവമക്കളെ. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ ളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലമായി എൻ്റെ കർത്താവ് മേഘാരൂഢനായി മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ പ്ലസ് ആലിക്കോടിന്റെ അവസാന രാത്രിയും കരമുയർത്തി പറയണം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ആലിക്കോട് ദൈവമക്കൾ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13:7. 12 വാക്യങ്ങൾ. ഇന്നത്തെ റഷ്യ, ഉക്രൈൻ, റഷ്യ, ഇറാൻ, ഇസ്രായേൽ, ഹമാസ്. എല്ലാവരും ശ്രദ്ധയോടെ വായിക്കാം. വെളിപ്പാട് 13-ന്റെ 7-ാമത്തെ വാക്യം. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും. കോവിഡാനന്തര ലോകം വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. മതി. എതിർ ക്രിസ്തു യുദ്ധത്തിന്റെ ശങ്കുലയുമായി കോവിഡിന്റെ പിൻപിൽ കടന്നു വരുന്നു. കഴിഞ്ഞ 28 മാസമായി ഒരു യുദ്ധവും നടക്കുന്നു. ഇതെവിടേക്ക് ചെല്ലും? വിശുദ്ധ ബൈബിളും അന്തിമ യുദ്ധങ്ങൾ. കണ്ണുകൾ ഒരു നിമിഷം കൂടി അടയ്ക്കാം. മഹത്വവാനായ ദൈവത്തിന് ഈ രാത്രി സ്തുതി കരേറ്റാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം. ദേശത്ത് മഴ ആവശ്യം മക്കള്. എങ്കിലും ഈ കൺവെൻഷൻ സമയത്ത് ഒരു പെരുമഴ പെയ്യുവാൻ എൻ്റെ ദൈവം ഇടയാക്കിയില്ല. നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് കുറച്ചു പേരെ ഉള്ളെങ്കിലും ഈ പന്തലിനിരുന്നത് ജീവന്റെ വചനം കേൾക്കുവാൻ മഹാദൈവം ഇടയാക്കിയതിന് സ്തോത്രം. സിറ്റിയിൽ കാറ്റടിച്ചു, നെടുമങ്ങാട് വീട് തകർന്നു, നെയ്യാറ്റിൻകര പലയിടത്തും വെള്ളം കയറിയപ്പോഴോ ആലിക്കോട് ഒരു പെരുമഴ വരാതെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കാത്തതിനാൽ നമുക്ക് ഇന്ന് രാത്രി നന്ദിയോടെ സ്തുതിക്കാം. ഇന്ന് രാത്രി സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. പഴയ നിയമത്തിന്റെ ഭരണത്തിന്റെ നദി യോർദാൻ. യോർദാന്റെ വക്കത്താരെങ്കിലും കാൽ ചവിട്ടിയാൽ അവർ കാലവിടെ ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? വലിയ വിഷയമുണ്ടാകും. കാൽ ചവിട്ടി കഴിയുമ്പോൾ അവരുടെ കാലവിടെ ചവിട്ടുന്ന സമയത്ത് ഒരു സംഭവം നടക്കും. എക്കലിനകത്ത് കാൽ പുതഞ്ഞു പോകും. മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു, യോശുവ. അവൻ ദൈവസന്നിധിയിൽ നിന്നിട്ട് പറഞ്ഞു, കർത്താവ് എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. സ്വർഗം യോശുവയോട് പറഞ്ഞു, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആ വാക്ക് കേട്ടപ്പോൾ യോശുവയ്ക്ക് സന്തോഷമായി. ഏറ്റവും നല്ല കാര്യം അവൻ 4 കാര്യം അവിടെ ചെയ്തു. 1, പാളയത്തിനകത്തൊരു വചനം. 2, വിശുദ്ധി. 3-ാമത്തെ കാര്യം ഇടിവിൽ രാത്രിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടൊരു പ്രവചനാത്മാ
ആത്മാവിൽ നാലാമത്തെ കാര്യം പറഞ്ഞു, കുഞ്ഞുങ്ങളെ നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ആഴി എന്തെന്നറിയാതെ ആഴമെന്തെന്നറിയാതെ പുരോഹിതന്മാർ ദൈവത്തിന്റെ പെട്ടകവുമായി മരണനദിയായി യോർദാന്റെ മുൻപിലേക്ക് പോയി. യോർദാന്റെ മുൻപിലേക്ക് പോയപ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു കാൽ അവർ ചവിട്ടി. മരണനദിയായി യോർദാന്റെ മുൻപിൽ കാൽ ചവിട്ടിയപ്പോൾ സ്വർഗ്ഗം ഒരു അത്ഭുതം ചെയ്തു. എവിടെ അത്ഭുതം ചെയ്തു? ഈജിപ്തിലെ അരാബായിൽ ഉപ്പുവെള്ളത്തെ ചെറുപോലെ കെട്ടി നിർത്തി തന്റെ ജനത്തെ മറുകര കടത്തിയെങ്കിൽ ഇന്ന് രാത്രി ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ വാലിയോടൊരു ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം മനസ്സിലാകുന്നവർക്കായി നിന്നെ മറുകര കടത്തുകയില്ല. നിന്റെ പ്രശ്നത്തിന് ഒരു വിടുതൽ തരാതെ നാളുകളായി നിനക്കെതിരെ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളെ മാറ്റുക എന്ന് രാത്രി വചനത്തിന്റെ പെട്ടകവുമായി ഗ്രൗണ്ടിനകത്ത് നീ ആരാധിക്കുന്നുവെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിനക്ക് വേണ്ടി വിടുതൽ തരുക എന്ന് രാത്രി ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങിയ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ശതാധിപൻ പറഞ്ഞതുപോലെ അങ്ങ് പുരയ്ക്കകത്ത് വരുവാൻ യോഗ്യനല്ല. ഒരു വാക്ക് പറഞ്ഞാൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ആരാധിച്ചാൽ നിന്റെ വീട്ടിനകത്ത് വിടുതൽ തരുക ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരുടെ കൊലക്കളത്തിൽ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമം ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി ചില യോർദാനുകളെ മാറ്റുവാൻ, കുടുംബങ്ങൾക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ മാറ്റുവാൻ കരുണാമയനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. മഹത്വവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ എൻ്റെ നാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. തിരുവെടുത്ത് ചൊല്ലുന്നത് പോലെ എൻ്റെ അകത്തളങ്ങൾ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഒരു ജീവജല നദി ഇതിനകത്ത് ഒഴുകട്ടെ. ഒരു അഭിഷേകത്തിന്റെ നദി ഒഴുകട്ടെ. പുറപ്പാടിന്റെ നദി ഒഴുകട്ടെ. അത്ഭുത രോഗശാന്തിയുടെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി നിത്യതയുടെ കവാടങ്ങൾ ചിലരുടെ പേര് ചേർത്തപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ 9ാമത് കൺവെൻഷനകത്ത് ഇവിടെ മഴയാകുന്ന വചനോ ആത്മാവിന്റെ ആരാധന പെയ്തിറങ്ങുമ്പോൾ ചില കുഞ്ഞുങ്ങൾ യേശുവിനെ കാണുക, ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടുക, ദുഷ്ടന്റെ മതിലുകൾ തകരുക, അന്ധകാര ശക്തികൾ ദേശം വിട്ടു പോകുക, ദേശാധിപതിയുടെ ബന്ധനം മാറി ഇരുട്ടിൽ നിൽക്കുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടതുപോലെ ഈ രാത്രിയിലെ വചനവും ആരാധനയും ഹല്ലേലൂയ ചില ഉള്ളങ്ങളെ തുറക്കുന്ന രാത്രിയായി മാറട്ടെ. കാട്ടത്തിയുടെ പുറത്തിരുന്ന സക്കായിയുടെ വീട്ടിനകത്ത് യേശു ഇറങ്ങി വന്നപ്പോൾ അവന്റെ കുടുംബത്തിന് രക്ഷ വന്നതുപോലെ ഇന്ന് രാത്രി ഹല്ലേലൂയ ആലിക്കോട് ചില കുടുംബങ്ങൾ രക്ഷകന്റെ കരം ഇറങ്ങി വന്ന് അവർ നിത്യതയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുവാൻ ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ മുഖാന്തരമാക്കണം. ഇതിന് പിൻപിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവം കാക്കണം. അപ്പോൾ ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ ദൈവം തിരിക്കണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി, സൗണ്ട് സിസ്റ്റം, ടെലിവിഷൻ എല്ലാം ദൈവം കാത്തുകൊള്ളണം. ആദ്യോടെന്ന് തിരുശാന്തിൽ മറയ്ക്കും മക്കളെ ഈ രാത്രി വിടുതലോടെ കടത്തിവിടും. ഞങ്ങളുടെ മക്കൾ വീട്ടിലെത്തുന്നവരെ പെരുമഴ പെയ്യാതെ ദൈവം കാക്ക്. എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദി. മഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആലിക്കോട്ടെ ദൈവ കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നാളെ നമുക്ക് യോഗമില്ല. ഉത്സാഹത്തോടെ ദൈവസന്ധിയിലേക്ക് ഇന്ന് രാത്രി വിശുദ്ധ വെളിപ്പാട് പുസ്തകം, കഴിഞ്ഞ 2 രാത്രിയും വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ വെളിപ്പാട് പുസ്തകം പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ മുട്ടുമടക്കുമ്പോൾ സ്വർഗം തുറക്കുന്നത് ആ വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നത്, 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനത്തിൽ, 13 പിശാചിന്റെ തൃത്വത്തോ യുദ്ധോ, 14 സിയോൻ മലയിലെ കുഞ്ഞാട്, 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണകൾ, 16 7 കാകളം, 7 കലശം, 7 ദൂതന്മാർ, 17 മഗതിയ ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിന്റെ കല്യാണം, 20 അന്തിമയുദ്ധം കർമ്മഗതോ, 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു, 22 ഒരു വാക്കുകൂടി യോഹന്നാനോട് സ്വർഗം ചൊല്ലുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. കുഞ്ഞ്, അനീതി ചെയ്യുന്നവൻ ഇവിടെ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, ദൈവമക്കൾ മുട്ടുമടക്കട്ടെ, വിശുദ്ധൻ ഒരിക്കൽ കൂടി വിശുദ്ധീകരിക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇതോടുകൂടി പുസ്തകത്തിന്റെ പരിസമാപ്തി. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആദ്യ രാത്രി യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം, ഗുരു
ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളമെന്ത്? യേശു പറഞ്ഞു മത്തായി 24, 32, 33, 34 വാക്യങ്ങൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. അതാ ഇന്നത്തെ ലോക സംഭവം. ഇസ്രയേൽ കൊമ്പിളതായി ഒരന്തിമ യുദ്ധത്തിലേക്ക് കടക്കാം. ഇനി ദൈവ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. അവസാന ദിനങ്ങൾ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുക, യുദ്ധത്തിലേക്ക് കടക്കാം. ലോകത്തിന്റെ ചരിത്രം 1900 ശേഷം വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ യോഗം കഴിയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇതിന്റെ വ്യക്തമായി ക്ലിയർ ആയത് കിട്ടണമെങ്കിൽ അല്പ സ്പീഡിൽ ഞാൻ പോകുന്നെങ്കിലും റെഡ്ബി മീഡിയയിൽ ഇവിടുത്തെ കൺവെൻഷൻ അടിക്കുമ്പോൾ അത് പിന്നെയും അത് നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കുവാൻ പറ്റും, വാക്യങ്ങൾ സഹിതം. അതുകൊണ്ട് ഈ വീഡിയോ അവർ കവറേജ് ചെയ്യുന്നത്. ഇന്ന് രാത്രി ശ്രദ്ധയോടെ ലോകത്തിന്റെ ചരിത്രത്തിൽ യുദ്ധങ്ങൾ 1905 ഇവിടെ ഒരു യുദ്ധം നടന്നു. അതിന്റെ പേര് റൂസോ ജപ്പാൻ വാർ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ റഷ്യയെ ജപ്പാൻ അടിച്ചൊതുക്കിയത് റൂസോ ജപ്പാൻ വാർ. 1914 മുതൽ 17 വരെ ഒന്നാം ലോക മഹായുദ്ധം. 5 ലക്ഷം പേർ മരിച്ചു. ബൈബിളും യുദ്ധങ്ങളും. 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. 1957 വീണ്ടും ഒരു യുദ്ധമുണ്ടായി. ഇസ്രയേലിനെ അറബ് രാജ്യങ്ങൾ ആക്രമിച്ചു. 1961 വരുമ്പോൾ ഇന്ത്യയും ചൈനയും യുദ്ധമുണ്ടായി. 1967 അറബ് ഇസ്രയേൽ വാർ സുന്ദരമായിട്ട് നടന്നു. അന്ന് ജെറുസലേമിനെ ഇസ്രയേൽ കൈകളിലാക്കി. അതായിരിക്കും ഈ പ്രസംഗത്തിന്റെ സമാപ്തി. 1971 അമേരിക്ക, വിയറ്റ്നാം, ഇന്ത്യ, പാകിസ്ഥാൻ യുദ്ധം നടന്നു. 1971 ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത യുദ്ധം നടന്നു, യോം കിപ്പർ വാർ. 1970 മുതൽ 80 വരെ ബൈബിളിന്റെ പ്രത്യേകത 10 വർഷം യുദ്ധം നടന്നു. ഇറാനും ഇറാഖും 10 വർഷം. 1990 ഒരു യുദ്ധം നടന്നു. ഇറാഖ് കയറി കുവൈറ്റിനെ ആക്രമിച്ചു. 92 അത് തീർന്നു. അത് കഴിഞ്ഞതിന് ശേഷം ലോകം വളരെ സമാധാനപരമായി പോയിക്കൊണ്ടിരുന്ന യുദ്ധമില്ലാതെ. പക്ഷേ കോവിഡിന്റെ മറവിൽ 2022 ഫെബ്രുവരി മാസം 22-ാം തീയതി ഒരു യുദ്ധം ആരംഭിച്ചു. റഷ്യ ഉക്രൈനെ ആക്രമിച്ചു തുടങ്ങി. ഇന്ന് വരെയും തീർന്നിട്ടില്ല. 28 മാസമായി റഷ്യ ഉക്രൈൻ ആക്രമണം. ഇതെവിടത്തേക്ക് പോകുന്നു? ഇന്ന് രാത്രി നിങ്ങളുടെ പത്രവാർത്തകളും ഇപ്പോഴത്തെ ലോക സംഭവങ്ങളും അതിനാസ്പദമായി എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം? എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഇനി പടപടാ കുഞ്ഞുങ്ങൾ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എല്ലാവരും ലോകത്തിൽ 2 വൻ ശക്തികൾ. ഒന്ന് അമേരിക്ക, 51 സ്റ്റേറ്റ്, അതിന് വിളിക്കുന്ന പേരാ US. അവർക്കൊരു സഖ്യമുണ്ട്, നാറ്റോ സഖ്യം. അതിനോട് ചേർന്ന് വേറെ രാജ്യമായി USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. അതിന്റെ പ്രത്യേകതയായിരുന്നു കമ്മ്യൂണിസ്റ്റ് റഷ്യ. ഇതിന്റെ പ്രത്യേകത 1987 റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിന്റെ പേര് മിഖായിൽ ഗർബച്ചോവ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക്, CPI-ക്കാർക്ക്, CPM-ക്കാർക്ക്, കോൺഗ്രസ്സുകാർക്കും എല്ലാം അറിയാം. അദ്ദേഹം കൊണ്ടുവന്ന ഒരു പരിപാടിയായിരുന്നു ഗ്ലാസ്നസ്റ്റും പെരിസ്ട്രോയിക്കയും. അതിന്റെ അർത്ഥം 4ാം ലോക കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം. റഷ്യ വിഭജിക്കണം. റഷ്യയിൽ ഇത്രയും ജനങ്ങളായാൽ താങ്ങാൻ പറ്റുകയില്ല. 1987 അദ്ദേഹം ഭരണത്തിൽ വന്നു. 991 റഷ്യ 15 കഷണമായിട്ട് വിഭജിച്ചു. കുറെ പറഞ്ഞു തരാം. റഷ്യ 15 കഷണമാക്കി. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ബെലാറസ്, അർമേനിയ, ജോർജിയ, ചെച്ചിനിയ, ക്രിമിയ, സൈബീരിയ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നിർണായകമായി അവസാന ഭാഗമായി ഇന്നത്തെ 15 യൂറോപ്യൻ രാജ്യങ്ങൾ അതിനകത്ത് വന്നു കഴിഞ്ഞു. ഈ 15 റഷ്യയുടെ വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാനും, കിർഗിസ്ഥാനും, കസാക്കിസ്ഥാനും, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ബെലാറസ്, അർമേനിയ, ജോർജിയ, ചെച്ചിനിയ, ക്രിമിയ, സൈബീരിയ. ഇതാണ് 15 രാജ്യങ്ങൾ. എണ്ണി നോക്കിയാൽ യൂട്യൂബിൽ നിങ്ങൾ കിട്ടും. ഇത്രയും രാജ്യങ്ങളായി വെട്ടിമുറിച്ചു. ഈ രാജ്യങ്ങൾ സന്തോഷമായി പോയി. ഇനി എന്താ റഷ്യ ഉക്രൈൻ? 2010 ഉക്രൈനിൽ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിന്റെ പേരാ വ്ളാഡിമിർ സെലൻസ്കി. ഒരു യഹൂദ സ്ത്രീയുടെ മകനാ. യഹൂദൻ ഒരിക്കലും റഷ്യയായിട്ട് ബന്ധമില്ല. അവന്റെ ബന്ധം അമേരിക്കയായിട്ടാ. അതുകൊണ്ട് അപ്പൻ അമേരിക്ക എങ്കിൽ മോൻ ഇസ്രായേൽ, അല്ലെ മോൻ ഇസ്രായേൽ എങ്കിൽ അപ്പൻ അമേരിക്ക, പഴമക്കാർ പറയുന്നത് പോലെ. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ 2013 ഒരു സംഭവം നടന്നു. 2013 ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ സംഭവം എന്നറിയാമോ? ഈ ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി ഒരു കാര്യം ചെയ്തു. ആരുടെ അടുത്ത് കൊണ്ടുചെന്നറിയോ? ഒരു കത്ത് കൊണ്ടുചെന്ന് അമേരിക്കയില് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ബരാക് ഒബാമ അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളെ ഈ നാറ്റോ സഖ്യത്തിൽ ചേർക്കണം, ഞങ്ങൾ റഷ്യയിൽ നിന്ന് വിട്ടു നിൽക്കുക ഉക്രൈൻ. അപ്പൊ പുള്ളി പറഞ്ഞാൽ നടക്കത്തില്ല. അതെല്ലാവരും കേൾക്കണം. പുറേ എന്റെ കാര്യം പറയാം. 2016 വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് വായാടി ട്രംപിന്റെ അടുത്ത് ഇവനൊരു കത്ത് കൊണ്ട് കൊടുത്തു. വ്ളാഡിമിർ സെലൻസ്കി ഉക്രൈൻകാരൻ ഞങ്ങളെ നിങ്ങളുടെ കൂടെ ചേർക്കണം കൂട്ടുകക്ഷിയായിട്ട്. പറഞ്ഞു നടക്കത്തില്ല, ഇത് നടക്കത്തില്ല. 2020 കോവിഡ് നടന്നപ്പോൾ ഒരു സംഭവം നടന്നു. എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്നത്തെ ഉക്രൈന്റെ പ്രസിഡന്റ്
പ്രസിഡന്റ് 2 കത്ത് തയ്യാറാക്കി. ഒന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡന്റെയിലും 2 യൂറോപ്യൻ യൂണിയന്റെയിലും കൊടുത്തു. എന്തുകൊണ്ട് അമേരിക്ക ഉക്രൈനെ കയ്യിൽ വെക്കത്തില്ല? ഇതൊരു ഭയങ്കര സംഭവം. ഏഷ്യാനെറ്റും അറിയത്തില്ല, മനോരമയ്ക്കും അറിയത്തില്ല, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അറിയത്തില്ല. 1971 UN ഒരു കരാറുണ്ട്. ആ കരാറിന്റെ പേരാ ജോൺ എഫ് കെന്നഡി കരാർ. ചരിത്രവും രാഷ്ട്രീയവും പഠിച്ചവർക്ക് ഇത് പ്രസംഗിക്കാൻ പറ്റൂ. ജോൺ എഫ് കെന്നഡി കരാറിൽ ഒരു നിർദ്ദേശമുണ്ട്. റഷ്യയുടെ തൊട്ടടുത്ത ഒരു സ്ഥലങ്ങളിൽ പോലും അമേരിക്കയുടെ നാറ്റോ സഖ്യത്തിന്റെ രാജ്യങ്ങൾ പെടാൻ പാടില്ല. അർത്ഥം റഷ്യയുടെ ആയുധം, റഷ്യയുടെ റഡാർ ഇതെല്ലാം ചോർത്താൻ സാധ്യതയുണ്ട്. 1971 UN ഒരു കരാറുണ്ട്, ജോൺ എഫ് കെന്നഡി കരാർ. അതുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ബരാക് ഒബാമയും ട്രംപും ബൈഡനും ഈ ഉക്രൈനെ അവരോട് ചേർക്കാതിരുന്നത്. ഒരു കാര്യം നിങ്ങളോട് ഇന്ന് രാത്രി പറയാം. ഇവിടെ തേങ്ങാപട്ടണം തമിഴ്നാട് തേങ്ങാപട്ടണത്തിൽ നിന്ന് 7 മണിക്കൂർ ബോട്ട് ഓടിച്ചാൽ ശ്രീലങ്കയിലെത്താം. ശ്രീലങ്കയിൽ ഒരു തുറമുഖമുണ്ട്, അതിന്റെ പേര് ഹമ്പൻതോട്ട തുറമുഖം. ശ്രദ്ധയോടെ ഇരിക്കണം. അത് പണിഞ്ഞത് ചൈനക്കാരൻ 1500 കോടി. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഹമ്പൻതോട്ട തുറമുഖത്ത് ഒരു സംഭവം നടന്നു. ചൈനയുടെ ഒരു ചാരക്കപ്പൽ വരാൻ തുടങ്ങി, യുവാൻ 5. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ജയശങ്കർ, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി. അദ്ദേഹം ശ്രീലങ്കയോട് ചൈനയോടും പറഞ്ഞു, ഒരു കാരണവശാലും ആ കപ്പൽ അവിടെ വരരുത്. ആ കപ്പൽ അവിടെ വന്നാൽ ഒന്ന് തിരുവനന്തപുരം എയർപോർട്ടിന്റെ റഡാറ്, അതുപോലെ ISROയുടെ സന്ദേശം, പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്, കൂടംകുളം ആണവ നിലയം, അത് കഴിഞ്ഞ് ചാക്കയിലെ ബ്രഹ്മോസ് പ്ലാന്റ്, ഇവിടുത്തെ സന്ദേശങ്ങളെല്ലാം വാട്സപ്പ് പിടിക്കുന്നത് പോലെ ഈ കപ്പൽ പിടിക്കുമെന്നറിയാം. അപ്പൊ ഇന്ത്യയുടെ രഹസ്യങ്ങളെല്ലാം ഈ ഭാഗത്ത് ചോർത്തുവെന്നറിയാം. സ്വോത്രം. അപ്പൊ ചൈനയോട് പറഞ്ഞു, ചൈന കേട്ടില്ല. ശ്രീലങ്ക കൈമലർത്തി, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. തുറമുഖം ആരുടെയാ? ചൈനയുടെയാ. കപ്പൽ വന്നു. ഇന്ത്യക്കാരും വെറും മോശക്കാരല്ല. ഈ കപ്പൽ അവിടെ വന്നപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇവിടുത്തെ ISROയോട് പറഞ്ഞു, നേരെ ഒരു ഉപഗ്രഹത്തെ കപ്പൽ നിൽക്കുന്നതിന്റെ മേളിലോട്ട് അടിച്ചേക്കാൻ പറയും. സ്വോത്രം. ISRO ശ്രീലങ്കയുടെ മേളിൽ നല്ലൊരു ഉപഗ്രഹത്തെ അടിച്ചു. ഈ ചൈനയുടെ കപ്പലിലെ നെറ്റ്വർക്ക് സംവിധാനം മുഴുവൻ തകരാറായിപ്പോയി. ഒരു പരിപാടിയും നടന്നില്ല. അതുകൊണ്ട് കപ്പൽ തിരിഞ്ഞുപോയി. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, അല്ലെ അമിത്ഷാ അല്ല രാജ്നാഥ് സിംഗ് അല്ല നിശ്ചയിക്കുന്നത്. 2 പേരാ ഇന്ത്യ ഗവൺമെന്റിനെ ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ, താഴെ നിൽക്കാതെ പ്ലെയിനകത്ത് നടക്കുന്ന വിദേശകാര്യമന്ത്രി. 2 മോഡി സാറിന്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഒരു ഉപദേഷ്ടാവുണ്ട്, അജിത് ഡോവൽ. അവരാ ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത്. ബാക്കി നേതാക്കൾ ഇവിടെ ഒന്ന് കൈ കാണിക്കത്തേ ഉള്ളൂ. ഇവരാണ് ഇന്ത്യൻ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതിനാസ്പദമായി ഇപ്പോൾ 2 കത്ത് കൊടുത്തപ്പോൾ ഈ റഷ്യക്ക് പിടികിട്ടി, യവൻ മതിൽ ചാടും. ഞങ്ങളുടെ ബന്ദിക്കോസുകാരുടെ ഭാഷ പറഞ്ഞാൽ ഇന്ന് IPC, നാളെ ചർച്ചക്കൂട്, മറ്റന്നാൾ ഷാരൂഖ്, അത് കഴിഞ്ഞ് സിയോൺ സംഘം എവിടെയും ചാടും. ഗതി കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ പണ്ട് വന്ന CSIയിലോട്ടെങ്കിലും അവൻ പോകും. അപ്പൊ അത് കണ്ടുകൊണ്ടാ ഉക്രൈനെ ആരടിക്കുന്നു? റഷ്യ അടിക്കുന്നു. എല്ലാവരും കേൾക്കണം. എന്തിന് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു? പണത്തിന് വേണ്ടിയുള്ളതല്ല. എല്ലാവരും കേൾക്കണം. ഒന്നാമത്തെ കാര്യം, ലോകത്തിലെ ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന നദി എവിടെയാണെന്നറിയാമോ? ഉക്രൈനകത്താണ്. ആ നദിയുടെ പേര് നിപ്പർ നദി. 2 ഇന്ന് ഉക്രൈനകത്ത് ഒരു ആണവ നിലയുണ്ട്, സപ്രോഷ്യ ആണവ നിലയം. മൂന്നാമത്തെ കാര്യം, ലോകത്തിൽ 2ാമത് ഗോതമ്പ് വിളയിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ പേര് ഉക്രൈൻ. 1ാമത് റഷ്യ. അങ്ങനെയെങ്കിൽ ഉക്രൈനെ അടിച്ചാൽ ഗോതമ്പിന്റെ വിപണിയും ആരുടെ കയ്യിലെത്തും? റഷ്യയുടെ കയ്യിലെത്തും. എന്ന് റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ തുടങ്ങി, അന്ന് നമ്മുടെ റേഷൻ കടയില് ആട്ടപ്പൊടിയും തീർന്നു. ചേച്ചിമാരുടെ കരം ഉയരുന്നില്ലല്ലോ. സ്വന്തം. അതോടുകൂടി ഇന്ത്യ ഗവൺമെന്റ് ആട്ടപ്പൊടി നിർത്തി ഏതോ കാർഡിന് മാത്രം കൊടുക്കുന്നു. ഇനി വരത്തില്ല, നമുക്ക് ആട്ടപ്പൊടിയൊന്നും തരത്തില്ല. റഷ്യ ഉക്രൈൻ തുടങ്ങിയതിന്റെ പിറ്റേന്ന് ഇന്ത്യ ഗവൺമെന്റ് ആട്ടപ്പൊടി നിർത്തിക്കളഞ്ഞു. ഈ 3 കാര്യത്തിന് വേണ്ടിയ: 1 വെള്ളം, 2 ആണവ പ്ലാന്റ്, 3ാമത്തെ കാര്യമാ ഏറ്റവും നല്ല ഗോതമ്പ്. അടി തുടങ്ങിയിട്ട് എത്ര നാള്? 28 മാസമായി. ഈ അടി ഇവിടെ അവസാനിക്കുമോ? റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത് എന്തിന്? ഇസ്രയേലിലേക്ക് യുദ്ധം പോകാൻ പോന്നു. ഇനിയെല്ലാം ബൈബിൾ ചിന്തയോട് പടപടാ കുഞ്ഞു വായിച്ചു തരും. എസെക്കിയേൽ പ്രവചനം 39:1-2. നിങ്ങളുടെ പത്രവാർത്തയും ബൈബിളും പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാ പ്രസംഗിക്കുന്നത്. എസെക്കിയേൽ 39:1-2 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചാട്ടെ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. ഈ ഗോഗ് ആരാന്നറിയാമോ? ശ്രദ്ധയോടെ കുഞ്ഞ് വളരെ ശക്തിയായിട്ട് നല്ലതുപോലെ വായിച്ചിരുന്നു. എന്താ ഗോഗ് ആരാ? പണ്ട് കള്ളു കുടിച്ച ഒരു അപ്പനുണ്ടായിരുന്ന നോഹ. നോഹയുടെ 3 തലമുറകളുണ്ട്: ശേം, ഹാം, യാഫേത്ത്. ഉൽപ്പത്തി 10. യാഫേത്തിന്റെ തലമുറയാ മാഗോഗ്. 5 രാജ്യങ്ങൾ മാഗോഗിലുണ്ട്. കുള്ളന്മാർ. ഒരച്ഛനകത്തിട്ട് വാർത്തെടുത്ത 5 കുള്ളന്മാരാ മാഗോഗ്. 1 കൊറിയ, 2 ചൈന, 3 തായ്ലൻഡ്, 4 ഫിലിപ്പൈൻസ്, 5 ജപ്പാൻ.
കാണുന്നു 5 പേര് കുള്ളന്മാർ ഒരുപോലെ ഇരിക്കുന്നു. സന്തോഷമില്ലല്ലോ? സ്വോത്രം. യവമാരെ വിളിക്കുന്ന പേരാ മാഗോഗ്. മാഗോഗിൽ നിന്ന് ഒരുത്തൻ ചാടിപ്പോയി. അവനാ ഇന്നത്തെ റഷ്യ. ഗോഗ് അതാ മാഗോഗിൽ നിന്ന് ചാടിയതാ. മംഗോളിയൻ സാമ്രാജ്യത്തിൽ നിന്ന് ചാടിയതാ ഗോഗ്. അതുകൊണ്ട് ആ ബൈബിൾ പ്രവചന ഭാഷ ഗോഗിനെ കുറിച്ച് ഇന്നത്തെ റഷ്യയെ കുറിച്ച് വിളിച്ചു പറയുന്നുണ്ട്. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ് റഷ്യ. അടുത്തത് മോസ്കോ. അടുത്തത് വായിച്ചോ. ട്രൂബൽ, ടുബാസ്കോ. ഇതാ റഷ്യയുടെ പട്ടണങ്ങൾ. മോസ്കോ, റഷ്യ, ടുബാസ്കോ എന്നിവയുടെ വായിച്ചാട്ട് മോള്. എന്നിവയുടെ പ്രഭുവായ ഗോഗേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അതാ 28 മാസമായിട്ട് യുദ്ധം നടക്കുന്നത്. എന്നും പത്രവാർത്ത. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അടുത്ത വാക്ക്. ഞാൻ നിന്നെ റൂട്ട് മാറ്റും. വെള്ളറുടെ വണ്ടി നിലമാമൂട് വഴി പഞ്ചാകുടി കൂടെ കയറുന്ന പോലെ ഡയറക്റ്റ് പോകത്തില്ല. റൂട്ട് മാറ്റി ഞാൻ വഴി തെറ്റിച്ച് അവിടെ ഒരു വാക്ക്. എല്ലാ കൺവെൻഷനും വന്നവര് നാളെ യോഗമില്ല. 6 രാജ്യങ്ങളിൽ കൂടെ കടത്തിവിടും. അഥവാ റഷ്യയെ വെട്ടിമുറിക്കും. 6-15 6 കൂടി. അതാ താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ ഇതിൽ കൂടി കടത്തിവിടും. മക്കളെ, ഇതാ ബൈബിളിന്റെ തനിമ. സഖാവ് പിണറായിക്ക് അറിയത്തില്ല റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന്. അതെങ്കിലും സഖാവ് VS അറിയത്തില്ല, EK നയനാറിന് അറിയത്തില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തൊട്ടടുത്ത് നിങ്ങളുടെ അടുത്തുള്ള ആനാവൂർ നാഗപ്പൻ സഖാവിനും അറിയത്തില്ല റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന്. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് കരമുയർത്തുന്നവർക്കായി 2600 കൊല്ലം മുമ്പ് സ്വർഗത്തിലെ ദൈവ എസെക്കിയേലിനോട് പറഞ്ഞു, റഷ്യ വെട്ടിമുറിക്കപ്പെടും. ഇന്ന് രാത്രി ഇതാ വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. സ്വോത്രം. രാത്രി ഇതാ ബൈബിളിന്റെ തനിമ. എല്ലാവരും ഇത് മനസ്സിലാക്കണം. ഇതാ യഹോവയുടെ പുസ്തകത്തിൽ 6 ശേഷിപ്പിക്കും. അതാ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. അവസാനം ഉക്രൈൻ വഴി ഇത് എവിടെത്തും? അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. അടുത്ത വാക്ക് വായിക്കാം. നിന്നെ വടക്കേ അറ്റ റഷ്യ, സൈബീരിയ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. കിടക്കുന്ന കരമുയർത്തിയാട്ട് ചേച്ചിമാരെ, ചേട്ടന്മാരെ, ഇത് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നോള്. ഈ യുദ്ധം അവസാനം ഇസ്രായേൽ പർവ്വത നിരകളിൽ എത്താൻ പോകുന്നു. ഇതിന്റെ പേര് അന്തിമ യുദ്ധം. അവസാനകാല യുദ്ധത്തിലേക്ക് ലോകം വരുന്നു. ഇന്ന് രാത്രി ഇവിടെ ഒരു വാക്ക് നിങ്ങൾ ഓർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു റഷ്യയുടെ പ്രസിഡന്റിന്റെ പേരായിരുന്നു മീഖായൽ ഗർബച്ചോവ്. എല്ലാവരും ആ കഥയൊന്ന് കേൾക്കണമേ. അദ്ദേഹം ക്രെംലിന് കൊട്ടാരത്തിൽ പോകാൻ നിൽക്കും. രാവിലെ അദ്ദേഹത്തിന് തേടി വണ്ടി വരും. വണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മുറിക്കകത്ത് കണ്ണുനീരോടെ ബൈബിൾ വെച്ച് പ്രാർത്ഥിക്കാതെ, അവർ റഷ്യൻ ഓർത്തഡോക്സുകാരിയായിരുന്നു. ആ സഹോദരിയുടെ പേര് റൈസ ഗർബച്ചോവ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈ റഷ്യയുടെ പ്രസിഡന്റ് മീഖായൽ ഗർബച്ചോവ് സഹോദരിയോട് ചോദിക്കുക, നീ എന്തിനാ ഞാൻ കൊട്ടാരത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നത്? ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കളെ റഷ്യയുടെ പ്രസിഡന്റ് ആക്കിയത് സ്വർഗത്തിലെ ദൈവമാ, അതുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. സ്വോത്രം. അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. പിന്നത്തെ കാര്യം കേൾക്കണം. എന്താ സംഭവിച്ചത്? അദ്ദേഹം ഭരണം വിട്ടുകഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കണ്ണുനീര് കൊണ്ട് മീഖായൽ ഗർബച്ചോവ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അമ്മച്ചി കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന, നീതിമാന്റെ പ്രാർത്ഥന, മടുത്തു പോകാതെ നീ പ്രാർത്ഥിച്ച നിന്റെ കുടുംബത്തിനകത്ത് ഭർത്താവിനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? കലകമല്ല വലുത്, ഹല്ലേലൂയ, ബഹളമല്ല വലുത്. അവന്റെ കൈക്കീഴിൽ താഴ്മയോടെ ഇരുന്ന നിന്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ റഷ്യയിലല്ല, ആലിക്കോട് നിന്റെ കുടുംബത്തിലുള്ളവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം വഴിയൊരുക്ക്. അതുകൊണ്ട് ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി വരണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപത്ത്, മനം തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന, നീതിമാന്റെ പ്രാർത്ഥന ഫലിക്കുന്നതാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ യുദ്ധം മുൻപോട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ യുദ്ധത്തിന്റെ നടുവിൽ ലോകം 2 ചേരിയിലേക്ക് പോകുന്നു. എന്താ ലോകം 2 ചേരിയിലേക്ക് പോകുന്നത്? ഇന്ന് കോവിഡിനോടുള്ള മറവിൽ ലോകം 2 ചേരിയിലായി. റഷ്യയുടെ കൂടെ ആരൊക്കെ? കുഞ്ഞു വായിച്ച സഹായിച്ച വാക്യങ്ങൾ. അന്തിമമായി ഈ യുദ്ധം എവിടെ ചെല്ലും? ഇന്നത്തെ പത്രവാർത്ത മുഴുവൻ യുദ്ധമാ. ഇതെവിടെ ചെല്ലും? എസെക്കിയേൽ 38:7-8 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച സഹായിച്ചാട്ടെ. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന, ഇന്ന് റഷ്യയുടെ കൂടെ കൂടിയിരിക്കുന്ന കുറെ പേരുണ്ട്. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. അറബ് ലീഗ് മുഴുവൻ ഒരുങ്ങിക്കോളാൻ. അടുത്തത്, നീ അവർക്ക് മേധാവിയായിരിക്കും. ഇന്നത്തെ ഇറാന്റെ പ്രശ്നത്തിലും എല്ലാ കാര്യത്തിലും ഇടപെടുന്ന റഷ്യ, നീ അവർക്ക് മേധാവിയായിരിക്കും. അടുത്ത വാക്ക്,
ഏറിയ നാൾ കഴിഞ്ഞിട്ട്, ഏറിയ നാൾ, ഇംഗ്ലീഷിൽ വി ആർ സെയിങ് ഇൻ ദിസ് നൈറ്റ് ഇന്റർപ്രിട്ടേഷൻ ലാറ്റർ ഡേയ്സ്, നീ സന്ദർശിക്കപ്പെടാൻ പോകുന്ന വാക്ക്, അടുത്ത വാക്ക്, വാളിനൊഴിഞ്ഞു പോകുന്നതും, നീ സന്ദർശിക്കപ്പെടും, നീ വിസിറ്റ്, വാളിൽ ഒഴിഞ്ഞു പോകുന്നതും, പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെടുന്നതുമായ പീലാത്തോസിന്റെ അരമനയിൽ യഹൂദൻ നിലവിളിച്ചു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്ക വരെ ചെതറിയ യഹൂദൻ 1948 മെയ് 14 ഇസ്രയേലിലെത്തി രാജ്യം ലഭിച്ചു. പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ, അടുത്ത വാക്യം വായിച്ചാട്ട് മോളെ, ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്ന് ചേരും. കിടക്കുന്ന റഷ്യ ഉക്രൈൻ്റെ നാഗർകോവിൽ വണ്ടി ബാലരാമപുരം വരെ ആയിട്ടേ ഉള്ളു. ലാസ്റ്റിലെ സ്റ്റോപ്പാ നാഗർകോവിൽ, അവസാനത്തെ ബോർഡ്. അതുപോലെ ഈ ഒരു രാജ്യത്തിൽ നീ ഒടുക്കം റഷ്യയെ വന്നു ചേരും. ആ രാജ്യം ഏത്? കുഞ്ഞു വായിച്ചാട്ട്. നിരന്തരം ശൂന്യമായി കിടന്നിരുന്ന 48 മെയ് 14 വരെ അറബ് ലീഗ് അറബി ഒട്ടകം ഓടിച്ച് മൂളിയ ഒരു സ്ഥലത്ത് നീ വന്നു ചേരും. ആ സ്ഥലത്തിന്റെ പേര് ബൈബിൾ ഒന്ന് വായിച്ചാട്ടെ. ആ സ്ഥലം നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. കരമുയർത്തിയാട്ടെ. അന്തിമമായി റഷ്യയും കൂട്ടരും വരാൻ പോകുന്നത് നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വത നിരകൾ തന്നെ. ഇതിൻ്റെ പേര് അന്തിമ യുദ്ധം. അങ്ങനെയെങ്കിൽ ലോകം 2 ചേരിയിലേക്ക് വരുമോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ലോകം 2 ചേരിയിൽ വരുമോ? അതാ ഈ കോവിഡ്. കോവിഡ് സാധാരണ സംഭവമല്ല. നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് 10:24-21 ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടമുണ്ടാകും. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നുള്ളൂ. ഈ കോവിഡ് സാധാരണ സംഭവമല്ല. ഉലകത്തിൻ്റെ അന്ത്യദിനങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ലോകം 2 ചേരിയിൽ വരുമോ? വായിക്കാം. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം 5-6 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ട്. ലോകം 2 ചേരിയിൽ വരുമോ? പിന്നെ എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കാം. അവരോട് കൂടെ ഒട്ടൊഴിയാതെ, ഇന്നത്തെ റഷ്യയോടുകൂടെ ഒട്ടൊഴിയാതെ, പരിചയം തലക്കോരികയും ധരിച്ച പാർസികൾ, പേർഷ്യൻ രാജ്യങ്ങൾ 2 എണ്ണം. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കുറച്ച് പോകുന്നത്. 1 ഇറാൻ, 2 അഫ്ഗാനിസ്ഥാൻ. ഇത് 2 പേർഷ്യൻ രാജ്യങ്ങളാണ്. ഇത് 2 ആരൂടെ ചേർന്നു പേർഷ്യൻ ഭാഷ സംസാരിക്കുന്നു. പഷ്തൂൺ. അവരെവിടത്തേക്ക് ചേർന്നെന്നറിയാമോ? ഇറാനും ചേർന്ന് അഫ്ഗാനും റഷ്യയുടെ കൂടെ. അതിൻ്റെ കൂടെ അടുത്ത രാജ്യം കൂശ്യർ, എത്യോപ്യ രാജ്യം. എത്യോപ്യ ആഫ്രിക്കയോട് ചേർന്ന് കിടക്കുന്നു. അടുത്തത് ഈ തമിഴ് ബൈബിളിൽ ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. എത്യോപ്യ പൂത്തേർന്ന് തമിഴ് എഴുതിയിട്ടുണ്ട്. ലിബിയ രാജ്യം. ഇത് ആരുടെ കൂടെ? റഷ്യയുടെ. അടുത്ത വാക്ക് ഗോമേർ എന്ന് പറയുന്നത് ഇന്നത്തെ യൂറോപ്യൻ യൂണിയനകത്ത്. ഞാൻ ആദ്യ ദിവസം 12 രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. അതിൽ 12-ൽ ഏതെങ്കിലും ഒരു രാജ്യം. ഇപ്പം ബ്രിട്ടൻ പോയ കഥ പറഞ്ഞു. ഒന്നുകൂടെ ചിലപ്പം മതിൽ ചാടാൻ സാധ്യതയുണ്ട്. ആരോടെ ചേരും? റഷ്യയോടെ ചേരുക. അങ്ങനെയെങ്കിൽ അന്തിക്രിസ്തു ആ സമയത്ത് യുദ്ധത്തിനോടൊപ്പം ഗോമേരും. അടുത്തത് അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾ. അത് തുർക്കിയുടെ നേതൃത്വത്തിലാണ് വരുന്നത്. 57-ൽ പരം ഇസ്ലാമിക രാജ്യങ്ങൾ ആർക്ക് കരം കൊടുക്കുമെന്നറിയാമോ? റഷ്യക്ക് കരം കൊടുക്കും. അടുത്ത വാക്കൂടെ വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹമാ ഇന്നത്തെ തുർക്കിയിലെ തൊയ്ബർദോഗൻ. അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുമെന്ന് അടുത്ത വാക്യം പറയുമ്പോൾ ഞാൻ പറയാം. തോഗർമാഗ്രഹം, അതാ ഇന്നത്തെ തുർക്കിയിലെ തൊയ്ബർദോഗൻ. അവൻ്റെ പേരാ. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാൻ വന്നു. അതുപോലെ അന്തിക്രിസ്തു വരുന്നതിന് മുമ്പ് വഴിയൊരുക്കുന്നവനാ തുർക്കിയിലെ ഇന്നത്തെ ഭരണാധികാരി രജബ് തൊയ്ബ് എർദോഗൻ. ആ ഭാഗം അടുത്ത വാക്യത്തിൽ ഇടവേളയോട് കൂടുമ്പോൾ ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം. ഇന്ന് രാത്രി ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങനെയെങ്കിൽ അവൻ ആദ്യം വന്നിട്ട് ഒരു പരിപാടി ചെയ്തു. തുർക്കിയിൽ ഒരു പള്ളി അവൻ പിടിച്ചു. ഹാഗിയ സോഫിയ. 400 വർഷത്തിൽ പാരമ്പര്യമുള്ള പള്ളി തുർക്കിയിലെ പ്രസിഡന്റ് പിടിച്ചുകൊണ്ട് എല്ലാ ലേഖനങ്ങളിലും വന്ന് ക്രിസ്ത്യാനികളിൽ ഇവിടെയും പ്രശ്നമുണ്ടാക്കി അതിന്. അത് കഴിഞ്ഞ് 2ാമത്തെ പള്ളി പിടിക്കാൻ പോയപ്പോൾ തുർക്കിയിൽ ഭൂകമ്പമുണ്ടായി. അതോടുകൂടി അവൻ്റെ കൊമ്പൊടിഞ്ഞു. അവൻ്റെ നേതൃത്വത്തിൽ ഇന്നത്തെ അറബ് ലീഗ് ഒരുമിക്കാൻ പോന്നു. അവനോട് കൂടെ വടക്കേറ്റത്തുള്ള കർമാഗ്രഹം. അടുത്ത വാക്ക് വായിച്ചിട്ട് കുഞ്ഞെ. അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും. ഇത്രയും രാജ്യങ്ങൾ റഷ്യയോട് ചേരും. ആര്? ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, എത്യോപ്യ, അതിനോടൊപ്പം തന്നെ ലിബിയ. അതിനോട് യൂറോപ്പിൽ നിന്ന് ഒരുത്തൻ ചാടും. തുർക്കിയും ചൈനയും അറബ് ലീഗ് മുഴുവൻ രാഷ്ട്രങ്ങളും ഇന്ന് ഒരു ചേരിയിലായി. അതാ കോവിഡാനന്തര ലോകം 2 ചേരിൽ. അങ്ങനെയെങ്കിൽ അവരെന്തിന് ഇസ്രയേലിനെ ആക്രമിക്കാൻ വരും? ഇസ്രയേലിൻ്റെ കൂടെ
ആരൊക്കെ നിൽക്കും? വളരെ ക്ലിയറായി ബൈബിളിലുണ്ട്. എസെക്കിയേൽ പ്രവചനം 38 അധ്യായം അതിൻ്റെ 13 വാക്യം. എസെക്കിയേൽ പ്രവചനം 38 അധ്യായം അതിൻ്റെ 13 വാക്യം. ആരൊക്കെ ഇസ്രയേലിൻ്റെ കൂടെ? ഇത്രയും രാജ്യങ്ങൾ റഷ്യയുടെ കൂടെ വരുമ്പോൾ ഇസ്രയേലിൻ്റെ കൂടെ ഏതൊക്കെ രാജ്യങ്ങൾ വരും? കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ട്. ഇസ്രയേലിൻ്റെ കൂടെ ഏതൊക്കെ രാജ്യങ്ങൾ വരും? വായിക്കാം. ശെബയും ദദാനും. അവിടെ നിൽക്കട്ടെ. ശെബ ഏതാ? യമൻ രാജ്യം. ഇനി ഞാൻ ഇവിടെ പാലിയോടോ പടപ്പിത്തോട്ടോ ആലിക്കോടോ നാറാണിയിലോ വന്നില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഈ സൗദി അറേബ്യയുടെ കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് യമൻ. യമനിൽ നിന്ന് ഹൂത്തി വിമതർ ഭയങ്കര ശല്യമാണ്. സൗദിയിൽ ഒരു എണ്ണ കമ്പനി ഉണ്ട്, അരംകോ. ആ എണ്ണ കമ്പനിക്ക് ആരാ ഭീഷണി? ഹൂത്തി വിമതർ. ഇന്ന് അമേരിക്കയുടെ കാശില്ലാത്തതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനോട് അമേരിക്ക പറഞ്ഞിട്ട് യമൻ കടലിടുക്കിൽ ഇന്ത്യയുടെ നാവികസേന കടൽ കൊള്ളക്കാരെ തുരത്തുന്നു. ഇനി അങ്ങനെയെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഇനി ഞാനിവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു കാര്യം പത്രത്തിൽ വരാൻ പോകുന്നു. അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് യമനെ അടിച്ചൊതുക്കി കയ്യിലാക്കും. ഇറാഖിനെ അടിച്ചൊതുക്കിയാൽ എന്താ? എണ്ണ വിപണിക്ക് യമൻ ഭീഷണിയാണ്. കപ്പൽ തട്ടിയെടുക്കുന്നു, ടാങ്കർ തട്ടിയെടുക്കുന്നു, സൗദിയുടെ മണ്ടക്കിട്ട് വെടിയും കൊടുക്കുന്നു. സൗദിയിൽ ഇസ്ലാമിൻ്റെ 2 മോസ്കുകളുണ്ട്. 1 മക്ക, 2 മദീന. ഇതും ഇന്ന് പേടി സ്വപ്നമാണ് യമൻ്റെ ഹൂത്തി വിമതർ. അതുകൊണ്ട് സൗദി ഗവൺമെൻറ്റിൻ്റെ മൗനസമ്മതത്തോടെ കേൾക്കണം. ഇതാ ബൈബിളും രാഷ്ട്രീയവും. സൗദി ഗവൺമെൻറ്റിൻ്റെ മൗനസമ്മതത്തോടെ യമനെ അടിച്ചൊതുക്കി അമേരിക്ക കസ്റ്റഡി കൊണ്ടുവരും. ഇറാഖിൻ്റെ കണക്ക് ശബ യമൻ. അത് കഴിഞ്ഞിട്ട് ദദാൻ, അതിനോട് ചേർന്ന് കിടക്കുന്ന ആഫ്രിക്കൻ രാഷ്ട്രമായ ഏഡൻ. ഇതിലെ കൂടെ ചൈനയുടെ സിൽക്ക് പാത. എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ല, മറ്റൊരിടത്ത് അത് പറയാം. ഈ ദദാൻ, ഈ 2 രാജ്യങ്ങൾ ഇസ്രയേലിനോട് ചേരും, അമേരിക്കയുടെ കസ്റ്റഡി വരും. ശബയും ദദാനും. അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ. തർശീശ് വർത്തകന്മാരും. അവിടെ നിന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടാറ്. ഇവിടെ നിങ്ങൾ പഠിക്കുന്നവരായിരിക്കണം. ഇതൊന്നും ബൈബിൾ ആരും പ്രസംഗിക്കത്തില്ല. സ്വത്രം ആരാ? തർശീശ് വർത്തകന്മാർ. തർശീശ് വർത്തകന്മാരുടെ പ്രത്യേകത ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന 5 രാഷ്ട്രങ്ങൾ. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന 5 രാഷ്ട്രങ്ങൾ അത് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യും. 1 അമേരിക്ക, 2 കാനഡ, 3 ഓസ്ട്രേലിയ, 4 ഫ്രാൻസ്, 5 ബ്രിട്ടൻ. ഇത്രയും രാജ്യങ്ങൾ ഇസ്രയേലിന് സപ്പോർട്ടായിരിക്കും. അതിനാസ്പദമായി നിങ്ങൾ ശ്രദ്ധയോടിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണം. ഇപ്പം ഞാൻ പറയാം ഹമാസിൻ്റെ ആക്രമണം പറഞ്ഞുതരാം. ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണം ഇസ്രയേലിൽ 10,400 പേര് മരിച്ചുപോയി. ഒരു 350 പേരെ അവർ പിടിച്ചുകൊണ്ടുപോയി. ആ സമയത്ത് ആദ്യം ഓടിയെത്തിയത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ. 2 ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി. ഇന്ത്യ പൗരത്വമുള്ള ഋഷി സുനക് അവിടെ ഇറങ്ങി. ഉടനെ ഫ്രാൻസിൻ്റെ ഇമ്മാനുവൽ മാക്രോൺ ചെന്ന് ഇസ്രയേലിനോട് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. അടുത്തത് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ഇതൊക്കെ പേപ്പറിൽ കാണാം. ജസ്റ്റിൻ ട്രൂഡോ ഇസ്രയേലിൽ ചെന്ന് നെതന്യാഹുവിനോട് പറഞ്ഞ് ഞങ്ങൾ കൂടെയുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രസിഡന്റ് ഇച്ചിരി സുഖമില്ലായിരുന്നു, പുള്ളി 4 കപ്പലിനെ വിട്ടുകൊടുത്തു. ദാ കിടക്കുന്നു ഇസ്രയേലിൻ്റെ കൂടെ 5 ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ഗ്രേറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ്. ഇതെല്ലാം ഇസ്രയേലിലൂടെ. അതാ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുണ്ട് തർശീസ് കപ്പലുകൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ ഒരു വാക്കുണ്ട്, അതാ ഇന്ത്യ. അതിൻ്റെ കൂടെ ഒരു വാക്ക് വായിച്ചാട്ടെ. അതിൻ്റെ കൂടെ ഒരു വാക്ക് വായിച്ചാട്ടെ. അതിൻ്റെ കൂടെ വായിച്ചാട്ടെ. അവരോട് കൂടെ തർശീസ് വർത്തങ്ങൾ കഴിഞ്ഞ അടുത്ത വാക്ക് അതിലെ സകല ബാലസിംഹങ്ങളും. ബാലസിംഹങ്ങൾ. മക്കൾ വാക്യം മാറ്റരുത്, ക്ലിയർ ആയിരിക്കണം. അന്ത്യകാല പ്രസംഗം. ആരാ ബാലസിംഹങ്ങൾ? സാമ്പത്തിക മാന്യമില്ലാത്ത 3 രാജ്യങ്ങൾ. 1 ജപ്പാൻ, 2 തൈവാൻ, 3 ഇന്ത്യ. ഇന്ത്യക്ക് ഒരു സാമ്പത്തിക മാന്യമില്ല. സ്വത്രം. കേരളത്തിൻ്റെ കാര്യം ഞാൻ പറയത്തില്ല, സാമ്പത്തിക മാന്യമില്ല. അങ്ങനെയെങ്കിൽ ഈ രാജ്യങ്ങൾ ആരുടെ കൂടെ? ഇസ്രയേലിൻ്റെ കൂടെ. ഇനി അതിനാസ്പദമായ ഇന്ത്യയിൽ ഭരണം മാറി വരും. ഇവിടെ ധനുവച്ചപുരത്ത് നിന്ന് ഞങ്ങളുടെ ജോസും ലാലുവൻ്റെ സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. 2009 ധനുവച്ചപുരം കൊല്ലായിൽ ലൂതറൻ കൺവെൻഷൻ. 2009 ഇന്നേക്ക് 15 കൊല്ലം മുമ്പ് ഞാൻ ധനുവച്ചപുരത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ വരവ്. അപ്പോൾ ഈ ബൈബിള് സയൻസ് പ്രസംഗിക്കുന്നത് കേട്ട് ആ ഭാഗത്ത് ചെറുപ്പക്കാർ മുഴുവനും എല്ലാ രാഷ്ട്രീയക്കാരും നാട്ടുകാരും അതിൻ്റെ പുറകെ നിൽപ്പുണ്ട്. അന്ന് ഞാൻ ധനുവച്ചപുരത്ത് കരമുയർത്തി പറഞ്ഞ് എല്ലാവരും ഇന്ത്യയിൽ ഒരു കാഴ്ച കാണാൻ പോവുക. BJP ഇന്ത്യയിൽ ഭരണത്തിൽ വരും. അന്ന് അവിടെ നിന്നവർ ഞെട്ടിപ്പോയി, പാസ്റ്റർ എന്തുവാ പറയുന്നതെന്ന്. സ്വോത്രം.
ഇസ്രയേലുമായി ഇന്ത്യ അടുക്കണമെങ്കിൽ BJP ഭരണത്തിൽ വന്നേ പറ്റത്തുള്ളൂ. തീർന്നില്ല. 2013 എല്ലാവരും കേൾക്കണം. 2013 പരശുവയ്ക്കലിൽ 7 പകലാണ് 7 രാത്രി ഞാൻ പ്രസംഗിക്കുക. കർത്താവിൻ്റെ വരവ് എന്തോ ജനമായിരുന്നു. ഒരിടത്ത് നിന്ന് 7 ദിവസം ലവ് ആർമി, അവിടെ ഭയങ്കര ജനം, എല്ലാ ദിവസവും വെളിപ്പാട്. അന്ന് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ BJP വരും. അന്ന് പറയാനൊരു കാര്യമുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി വാജ്പേയി പ്രധാനമന്ത്രിയായി, LK അദ്വാനി ആഭ്യന്തരമന്ത്രിയായി. അന്നൊരു സംഭവം നടന്നു. അന്നൊരു വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു, ജസ്വന്ത് സിംഗ്. അദ്ദേഹത്തെ അമേരിക്കയിലല്ല BJP ഗവൺമെൻറ് വിട്ടത്, ഇസ്രായേലിലേക്കാണ് വിട്ടത്. അതാണ് കറക്റ്റായിട്ട് ബൈബിളും രാഷ്ട്രീയവും. അതിനുശേഷം ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഹമാസിൻ്റെ ആക്രമണം വന്നു. ഹമാസിൻ്റെ ആക്രമണം വന്നപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റല്ല ആദ്യം ഇസ്രയേലിനെ ഫോൺ ചെയ്തത്. നാട്ടുകാർ കേൾക്കണം, ലോകം കേൾക്കണം. ലോകം എവിടം വരെ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രയേൽ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. കരമുയർത്തുന്നവർക്കായി എല്ലാ ചാനലിലും വന്നു, ഇസ്രയേലിൻ്റെ കൂടെ ഞങ്ങൾ. സജു ചാത്തന്നൂരല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നാട്ടുകാർ കേൾക്കട്ടെ, രാഷ്ട്രീയക്കാർ. ഈ പ്രസംഗം കേട്ടിട്ട് ശശി തരൂർ എന്നെ അന്വേഷിച്ച് വന്നു. സ്വോത്രം. ഞാൻ ശശി തരൂരിനെ അന്വേഷിച്ച് പോയില്ല, പുള്ളി എന്നെ അന്വേഷിച്ച് വന്നു. സ്വോത്രം. ഈ ബൈബിളിനകത്ത് ഇത്രയും കാര്യമുണ്ടോന്ന്. സ്വോത്രം. ബാക്കി അജി ബ്രദർ ഈ പടം കൊടുക്കുമ്പോൾ ശശി തരൂർ ഞാൻ നിൽക്കുന്ന കാര്യവും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കും. സ്വോത്രം. കാണിച്ചുതരാം എന്തിന്. അദ്ദേഹം പറഞ്ഞ് ഈ ബൈബിളിനകത്ത് ഇത്രയും കാര്യമുണ്ടോ എന്നുള്ളത്. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? അന്ന് ചില തീവ്രവാദികൾ ഇസ്രയേലിനകത്ത് നുഴഞ്ഞു കയറി. അപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, കാശ്മീരിലും പഞ്ചാബിലും നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളെ പിടിക്കാൻ ഇന്ത്യയുടെ കമാൻഡോകളുണ്ട്, വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇറക്കിത്തരാം. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് ആവശ്യമില്ല, വേണമെങ്കിൽ പറയാം. ഇനി എന്താ കാര്യം എന്നറിയാമോ? ഇസ്രയേലും ഇന്ത്യയും, ലോകത്ത് ഏത് പ്രധാനമന്ത്രിമാർ ഇന്ത്യയിലെ എയർപോർട്ടിൽ വന്നാലും, ഇന്ത്യയുടെ എയർബേസ് പാലം ന്യൂഡൽഹിയിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു കാരണവശാലും അവിടെ ചെന്ന് ആരെയും കൈപിടിക്കത്തില്ല. അദ്ദേഹം വീട്ടിനകത്തിരിക്കും. വൈകിട്ട് കൂടിക്കാഴ്ച. അല്ലാതെ ഏത് പ്രധാനമന്ത്രി വന്നാലും. പക്ഷേ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി വന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എയർപോർട്ടിൽ പോയി കൈ കൊടുക്കും. എന്നിട്ട് ഹിന്ദിക്കാരുടെ ഭാഷയിൽ പറയും മേരാ ബായി ആകെയാന്ന്. തമിഴൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തമ്പി വന്നിരിക്കത്, കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അതിൻ്റെ അർത്ഥമാ ഇസ്രയേലിൻ്റെ കയ്യൊപ്പോട് കൂടിയാണ് ഇന്ത്യ ഇവിടെ നിൽക്കുന്നത്. ഇനി നാട്ടുകാർ കേൾക്കണം, തിരുവനന്തപുരം, ഇസ്രയേലും തിരുവനന്തപുരമായിട്ടുള്ള ബന്ധം എന്താ? പിന്നെ കാർഗിൽ യുദ്ധം എല്ലാവരും കേൾക്കണം. കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ മണ്ടയ്ക്കടിച്ച തോക്ക് ഇസ്രയേലിൻ്റെ തോക്കാണ്. ആ തോക്കിൻ്റെ പേരാ ടൈമർ ടാർ 21. ഈ പാങ്ങോട മിലിറ്ററി ക്യാമ്പ്. അവിടെ ചെന്ന് ഹിന്ദിക്കാരൻ്റെ ചോദിക്കണം, സാറേ ഇവിടെ ഇരിക്കുന്ന തോക്ക് ഏതാ? അദ്ദേഹം പറയും ഇത് ഇസ്രയേലിൻ്റെ തോക്കാം. അത് യെശയ്യാ പ്രവചനം എഴുതി വെച്ചിട്ടുണ്ട്. 54:12 എഴുതിയിട്ടുണ്ട്. 54:16 യെശയ്യാ. തീക്കൊള്ളി പോലെ ഒരായുധം നിന്റെ കയ്യിൽ തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ കയ്യിൽ തരും ഇസ്രായേൽ. അത് കഴിഞ്ഞിട്ട് ബാലാക്കോട്ട് ഭീകരാക്രമണം പാകിസ്ഥാൻ. അന്ന് പാകിസ്ഥാൻ്റെ മണ്ണിനകത്ത് കൊണ്ടിട്ട ബോംബ സ്പാരോ. ആ ബോംബ് പാകിസ്ഥാൻ്റെ തീവ്രവാദി കേന്ദ്രങ്ങളും തകർക്കുമ്പോൾ ദാണ്ട നമ്മുടെ പ്രധാനമന്ത്രി വീട്ടിനകത്ത് കർത്തമുത്ത് കാണുന്ന പോലെ അടി കണ്ടെന്ന്. സ്വോത്രം. പലരും ചോദിച്ചു. ഇസ്രായേലിൽ നിന്ന് എനിക്ക് വിവരം തരുന്ന ഒരു ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടു? അപ്പോൾ പറഞ്ഞു, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന ഇന്ത്യക്കാരിൽ ഇസ്രായേലിൻ്റെ സാറ്റലൈറ്റ് തക്ക സമയത്ത് ചോർത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണിച്ചു കൊടുത്തു. ദാ ബോംബ് വീഴുന്നു. സ്വോത്രം. അത്ര ക്ലിയറായിട്ട് ഇസ്രായേലിന് കപ്പൽ കൊടുത്തു. അതിൻ്റെ പേരാ സ്പാരോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, ഇവിടെ എല്ലാം വെള്ളം കയറുന്നു. തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട്. പണ്ട് തിരുവനന്തപുരത്ത് മഴ പെയ്യുമ്പോൾ വിമാനം ചെന്നൈക്ക് തിരിച്ചു വിട്ടു, വിമാനം കൊച്ചിയിലേക്ക് തിരിച്ചു വിട്ടു. ഇപ്പം നിങ്ങളുടെ പത്രത്തിനകത്ത് ഏതെങ്കിലും വാർത്തയുണ്ടോ തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ട വിമാനം തിരിച്ചു വിട്ടു? ഇല്ല. ഏത് പെരുമഴ പെയ്താലും ഈ മത്തി കൊത്തി പറക്കാൻ കാക്ക ഇറങ്ങുന്നത് പോലെ ശംഖുമുഖത്തും ചാക്കയിലും വിമാനം ഇറങ്ങുന്നത് കേട്ടോ. അതിൻ്റെ റൺവേ നിയന്ത്രിക്കുന്ന പേര് ഞാൻ പറയുന്നില്ല, ഞാൻ പഠിപ്പിച്ച ചെറുപ്പക്കാരനാണ് റൺവേ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പേര് ഞാൻ പറയുന്നില്ല. സ്വോത്രം. അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്, പറയരുത് പാസ്റ്റർ. അതിൻ്റെ അർത്ഥം പ്ലെയിൻ്റെ ലാൻഡിങ് സംവിധാനം മുഴുവൻ യഹൂദൻ്റെ കയ്യിലേക്ക് പോയി, ഇൻസ്ട്രുമെൻറ്റേഷൻ ലാൻഡിങ്. അതുകൊണ്ട് ഏത് മഴയത്തും തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങുന്നു. തിരുവനന്തപുരം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നിർണായകമായി ഈ അടുത്ത സമയത്ത് നിങ്ങൾക്കറിയാമോ, ഞാനല്ല, ചൈനയുമായിട്ട് കോവിഡ് കാലത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു. സ്വോത്രം.
കോവിഡ് കാലത്ത് ചൈന കയ്യാലമാന്തം വന്നു, ഇന്ത്യ വിട്ടില്ല. 44 ചൈനയുടെ പട്ടാളക്കാരെ ഇന്ത്യ ഞെരിച്ചു കൊന്നത്. അപ്പോൾ ചൈന പറഞ്ഞ കാര്യമുണ്ട്, ഇന്ത്യ അടിക്കുമെന്ന്. ഒരൊറ്റ രാജ്യങ്ങളും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തില്ല. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇന്ത്യയെ നീ അടിച്ചാൽ പിന്നെ ചൈന ഭൂമിയിൽ കാണത്തില്ലെന്ന്. സ്വോത്രം. അതുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതുപോലെ രാജ്നാഥ് സിംഗും ഒക്കെ ചൈനയും പാകിസ്ഥാനെയും വെല്ലുവിളിച്ചിട്ട് പറയാം, മര്യാദയ്ക്ക് നിന്നില്ലേ നിനക്ക് അടി കിട്ടുമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതിൻ്റെ കാര്യം എന്താ? പിറകിൽ ആളുണ്ടായിട്ടാ ഇന്ത്യ ഈ പറയുന്ന. സ്വോത്രം. ഇത് ഞാനല്ല, നിങ്ങളുടെ ടെലിവിഷൻ ചാനലിൽ നോക്കണം. 24 മേജർ രവി നാട്ടുകാരെ കേൾക്കാൻ ഒരു അഭിമുഖം കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ ആയുധപ്പുരകൾ മുഴുവൻ ഇസ്രയേലിൻ്റെ ആയുധങ്ങളാണ്. സ്വോത്രം. പറഞ്ഞത് മേജർ രവി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒറ്റ രാജ്യത്തിന് ഇന്ത്യയോട് അടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. മോഡി സാർ സകല സാധനവും ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്നു. കണ്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കേ ഇന്ത്യയിൽ മോഡി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. കാട്ടാക്കടയല്ല പറഞ്ഞത്, ആനെ വാല ദിൻമേ മേ ഹക്കൂമത്ത് മേ, ഞാൻ ഭരണത്തിൽ വന്നാൽ ഇസ്രയേൽ സെ ഏ കച്ചാ വാല ചീസ് ലേക്കെ ആയിക. അതിൻ്റെ പേരാ ലേസർ ബീം. ഇസ്രയേൽ ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട് ലേസർ ബീം. ഏതെങ്കിലും ഒരു ശത്രുവിമാനം വന്നാൽ ആകാശത്തിൽ വെച്ച് കരിച്ചു കളയാനുള്ള ഒരു ബീം ഇപ്പം ഇസ്രയേൽ കണ്ടുപിടിച്ചിരിക്കുക. മോഡി സാർ പറഞ്ഞേക്കുക, ഞാൻ ഭരണത്തിൽ വന്നാൽ അത് നമ്മൾ അതിർത്തി കൊണ്ടുവെക്കുമെന്ന്. കരം ഉയരുന്നില്ലല്ലോ. പാകിസ്ഥാനിൽ നിന്നോ ചൈനയോ ഏതെങ്കിലും ഒരു വിമാനം വന്നാൽ എതിർ വിമാനം വേണ്ട, ആകാശത്ത് വെച്ച് കരിച്ചു കളയാൻ. കുന്നത്തുകാല് ക്ഷേത്രത്തിൽ കതിനാവെടി മുകളിൽ പൊട്ടുന്നത് പോലെ വിമാനം കയറി വരുമ്പോൾ ലേസർ അടിക്കും, അവിടെ വെച്ച് കരിച്ചു താഴ്ക്കും. അതിൻ്റെ പേരാ ഇസ്രയേൽ കണ്ടുപിടിച്ച ലേസർ ബീം. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ആരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു? ഇസ്രയേലിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? അത്തി തളിർത്തു കൊമ്പിളതായി. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എത്ര ക്ലിയറായി ബൈബിളും പ്രവചനവും. അത്തി തളിർത്തു കൊമ്പിളതായി. നിങ്ങളെല്ലാവരും കേൾക്കണം. കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. ഞാൻ ഈ ചെങ്ങന്നൂരിനടുത്ത് ആറാട്ടുപുഴ, എല്ലാവരും കേൾക്കണം, ആറാട്ടുപുഴയിൽ IPCയുടെ കൺവെൻഷന് പ്രസംഗിക്കാൻ പോയി. രാത്രി യോഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു റിട്ടയർഡ് SI ആയിരുന്നു ഈ കൺവെൻഷൻ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇന്ത്യൻ മിലിറ്ററിയിലെ വയർലെസ് ഓപ്പറേറ്റർ ആയിരുന്നു, റിട്ടയറായി. പുള്ളിയുടെ കാറിനകത്തായി എന്നെ ചെങ്ങന്നൂരിൽ കൊണ്ടുവിട്ട് അദ്ദേഹം എന്നോട് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പാസ്റ്ററെ ആരും പറയുന്നില്ല, നിങ്ങൾ പറയണം. ഇന്ന് കാശ്മീരിലും പഞ്ചാബിലും ഇന്ത്യയുടെ മിലിറ്ററിയുടെ കയ്യിരിക്കുന്ന സകല വയർലെസ് സംവിധാനവും ഇസ്രയേലിൻ്റെയാണ്, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ടാണ് ഈ തീവ്രവാദികൾ ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയറിൻ്റെ പേരാ പെഗാസസ്, അത് ചോർത്തി അന്നേരെ കൊടുക്കും. സ്വോത്രം. അതുകൊണ്ട് കാശ്മീരിൽ നിന്ന് പഞ്ചാബികളിൽ നിന്ന് തീവ്രവാദി കയറാത്ത സജു ചാത്തന്നൂരല്ല, ഇന്ത്യൻ മിലിറ്ററിയിലെ വയർലെസ് ഓപ്പറേറ്റർ ആറാട്ടുപുഴക്കാരൻ റിട്ടയറായ കേണൽ എന്നോട് പറഞ്ഞു, ഇവർ ഭരണത്തിൽ വന്നതിന് ശേഷം മുഴുവൻ എക്യുപ്മെൻസും കാശ്മീർ മുഴുവൻ ഇവരെ എന്താ ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയറും ഇസ്രയേലിൻ്റെ വയർലെസ്സും. അതുകൊണ്ട് കാശ്മീരിൽ ഈ കലാപങ്ങൾ ഉണ്ടാകാത്തത്. ഒരുത്തനും നുഴഞ്ഞു കയറാൻ തുടങ്ങുമ്പോൾ മെസ്സേജ് ആ സെക്കൻഡ് കിട്ടും, അവിടെ വെച്ച് ഇന്ത്യ ഗവൺമെൻറ് കൈകാര്യം ചെയ്യും. കണ്ടോ? അതുകൊണ്ട് എൻ്റെ യേശു പറഞ്ഞു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിൻ്റെ അവസാനത്തിലും അടയാളം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനൽ കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. അതുകൊണ്ട് ഇസ്രയേലുമായിട്ട് ഇന്ത്യ ചേർന്ന് നിൽക്കുന്നു. സ്വോത്രം. അതിനുശേഷം കണ്ടോ, ഇവിടെ പലസ്തീൻ പ്രശ്നം വന്ന്, ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയത്തില്ല, എല്ലാ മതങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു, എല്ലാ ആൾക്കാരും വന്ന് പ്രശ്നം കേൾക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ ഹമാസിൻ്റെ പ്രശ്നം വന്നു. ഹമാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ തിരുവനന്തപുരത്ത് റാലി, കോഴിക്കോട് റാലി. പ്രധാനമന്ത്രി പറയണം ഇപ്പം അടി നിർത്തണം. ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാവരോടും പറഞ്ഞു, ശാന്തി ഹോ ജാവോ, ശാന്തി ഹോ ജാവോ. സ്വോത്രം. ഇന്ത്യൻ പ്രധാനമന്ത്രി മുള്ളിന് വിലയ്ക്കും കേടില്ലാതെ പറഞ്ഞു, അവർ തങ്ങളിലുള്ള പ്രശ്നം അവർ തീർത്തോളും, നിങ്ങൾ മിണ്ടാതിരിക്കുക. സ്വോത്രം. ഇവിടെ എത്ര റാലി നടത്തി, കോൺഗ്രസ്സുകാർ റാലി നടത്തി, CPM റാലി നടത്തി. ഇപ്പോൾ ഒറ്റ റാലിയില്ലല്ലോ. ഇന്ത്യ വിട്ടു പറയത്തില്ല. ഇന്ന് ഇന്ത്യയെ നിലനിർത്തിയിരിക്കുന്നത് ഇസ്രായേലാണ്. അതുകൊണ്ടാണ്. സ്വോത്രം. എന്താ അതിൻ്റെ പ്രത്യേകത? ഇസ്രായേൽ ഇന്ത്യയെ കൈവിടത്തില്ല. നിങ്ങളെല്ലാം വചനം മനസ്സിലാക്കണം. അബ്രഹാമിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കും
അനുഗ്രഹിക്കുന്നവന് ഞാൻ അനുഗ്രഹിക്കും. കരമുയർത്തുന്നവർക്കായി അവൻ്റെ വല്യപ്പച്ചന. അങ്ങനെയെങ്കിൽ യഹൂദൻ ലോക രാജ്യങ്ങളിൽ മുഴുവൻ വിന്നു. പക്ഷെ എല്ലാ രാജ്യത്തും അവനെ കൊന്നൊടുക്കി. ഹിറ്റ്ലർ, അതുപോലെ മുസോളിനി, ലക്ഷക്കണക്കിന് പേരെയാ യഹൂദനെ കൊന്നുകളഞ്ഞ്. പക്ഷേ ഇന്ത്യയിൽ വന്ന ഒരു യഹൂദനെയും ഇന്ത്യക്കാർ കഴുത്തറത്തില്ല. ചായ കരമുയർത്തിയാട്ടെ. അതുകൊണ്ടാ കൊച്ചി മട്ടാഞ്ചേരി മുതൽ എവിടാ ഇന്ന് മണിപ്പൂർ വരെ യഹൂദൻ കടന്നിട്ട് അവരെ ആരെയും കൊന്നില്ല. അതുകൊണ്ടാ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പറയുന്നു, ഇന്ത്യ ഞങ്ങളുടെ സ്വന്തം ദേശം, ഞങ്ങളെ കാത്ത ഇന്ത്യയെ ഞങ്ങൾ കൈവിടില്ല. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. സ്വോത്രം. അതുകൊണ്ട് ഇന്ത്യ സാമ്പത്തികമായിട്ടൊന്നും തകരത്തില്ല, നല്ല സന്തോഷമായിട്ട് പോവുക. ഇന്ത്യക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, കോടിക്കണക്കിന് ഡോളറുകൾ ഇന്ത്യയുടെ കയ്യിലായി. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. ഇനി ഈ പോക്ക് പോയാൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ 3-ാം സ്ഥാനം ഇന്ത്യ എത്തുമെന്ന് ഇന്ന് ലോകരാജ്യങ്ങൾ കാണുന്നു. അതുകൊണ്ടാണ് ഈ മോഡി സാറിന് വിദേശ രാജ്യങ്ങൾ ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നത്. ഇന്ന് രാത്രി ഇവർ ബാലസിംഹങ്ങൾ ആരോട് ചേർന്ന് നിൽക്കും? ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കും. അടുത്ത വാക്ക്, എന്തിന് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും? വായിക്കാം അടുത്ത വാക്കൂടെ. നീ കവർച്ച ഇടുവാനോ, മോള് വായിച്ചാട്ടെ. നീ കൊള്ളയിടുവാനോ വന്നത്? നീ കവർച്ച ചെയ്യുവാനോ കൊള്ളയിടുവാനോ? അടുത്തത് കവർച്ച ചെയ്യുവാനും. കവർച്ച ചെയ്യുവാനും. വെള്ളിയും പൊന്നും എടുത്ത്. വെള്ളിയും പൊന്നും റഷ്യ ഇസ്രയേലിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുവാനും. മതി. ഇനി ഒരു കാര്യം എല്ലാവരും കേൾക്കണം. ഇവിടെ തിരുവനന്തപുരംകാരാ. പണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ MBBS പഠിക്കാൻ എവിടാ പോകുന്നത്? കാരക്കോണത്ത് പൈസ ഭയങ്കരമാണ്, കോടികളാണ്. ഇവിടുത്തെ കൊച്ചുങ്ങൾ ഉക്രൈനിൽ പോയി, ജോർജിയയിൽ പോയി, റഷ്യയിൽ പോയി. കരമുയരുന്നില്ലല്ലോ. ഈ പാലിയോടുന്ന് നെയ്യാറ്റിൻകരയിൽ നിന്ന് കുഞ്ഞുങ്ങൾ MBBS പഠിക്കാൻ പോയി. ഇപ്പോൾ ഒറ്റ കുഞ്ഞുങ്ങൾ റഷ്യയിൽ MBBS പഠിക്കാൻ പോവോ? യുദ്ധമായതിനു ശേഷം അവിടുത്തെ മെഡിക്കൽ കോളേജ് എല്ലാം പൂട്ടി. 2 കണ്ടല സർവീസ് സഹകരണ ബാങ്ക് പൊട്ടിയതുപോലെ ഒരു സംഭവം നടന്നു. അമേരിക്കയെ കൊണ്ടിട്ട പൈസ, റഷ്യക്കാരൻ്റെ പൈസയെല്ലാം അവർ ഫ്രീസ് ചെയ്തു, കിട്ടുന്നില്ല. 3 ഏറ്റവും വലിയ മൊബൈൽ കമ്പനികൾ സാംസങ്, അതെല്ലാം റഷ്യയിലെ പ്രവർത്തനം നിർത്തി. 4 ഹോണ്ട എന്ന് പറയുന്ന കാർ കമ്പനി, അവരും സ്ഥലം മാറ്റി, അവരും റഷ്യ വിട്ടുപോയി. ഇന്ന് റഷ്യ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, രക്ഷയില്ല, പണമില്ല. ആസ്പദമായി ഇതിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, തമിഴ്നാട്. കേൾക്കണം. ഞാൻ പണ്ട് ഈ കുമാരി മാവട്ടം പ്രസംഗിക്കാൻ പോകുമായിരുന്നു. മാർത്താണ്ഡം പോകും, കളിക്കാവിള പോകും, സ്രായംകുടി പോകും, അത് കഴിഞ്ഞ് തടിക്കാർകോണം പോകും, ഇറച്ചിപ്പാലം പോകും, തക്കല, കുഴിത്തുറ, എവിടെല്ലാം പോകുമായിരുന്നു. അപ്പുറത്ത് പോകുമായിരുന്നു. എവിടാ? തിരുനെൽവേലി, ആണ്ടിപ്പട്ടി, രാജപാളയം, ശങ്കരൻകോവിൽ, സൊറണ്ടൈ, ആലങ്കുളം, അവിടെ എല്ലാം CSIയുടെ കൺവെൻഷൻ ഞാനായിരുന്നു അന്ന് പ്രസംഗിച്ചുകൊണ്ടത്. അന്ന് അവിടെ പോകുമ്പോൾ ആൻ്റണി പാസ്റ്ററെ, തമിഴ്നാട്ടിൽ ചെന്നാൽ ഞങ്ങളുടെ പാസ്റ്റർമാരുടെ കണക്ക് കുറച്ച് കാറ്റാടി നിന്ന് കറങ്ങുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. സന്തോഷമില്ലല്ലോ? ജീവനും പ്രാണനുമില്ലാത്ത. ഇന്ന് നിങ്ങൾ തിരുനെൽവേലി, ആണ്ടിപ്പട്ടിയും, രാജപാളയും ഒന്ന് പോകണം. മൊത്തം മൊബൈൽ കമ്പനിയും കാർ കമ്പനിയും. സ്വോത്രം. ഇവിടെ കളിക്കാവിള കഴിഞ്ഞ് അപ്പുറത്തോട്ട് കയറണം. എത്ര കമ്പനികൾ മണ്ടേ മാർക്കറ്റും തോവാളയും നട്ടാലും എല്ലാം. കേരളത്തിൽ വരുവാച്ചായ പ്രാർത്ഥിച്ചോണ്ടാ മതി. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. കേരളത്തിൽ വരും, പ്രാർത്ഥിച്ചോണ്ടാ മതി. അമ്മമാർ സന്തോഷിക്കേണ്ട, കേരളത്തിൽ വരത്തില്ല. അതുകൊണ്ടാണ് കൊല്ലം ജില്ലയിൽ കിടന്ന കാഷ്യൂ ഫാക്ടറികൾ. സ്വോത്രം. ദാണ്ടേ ഇവിടെ തോലടിക്കപ്പുറത്ത്. സ്വോത്രം. ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ പുലിയൂർ ശാലയിലും തോലടിയും അത് കഴിഞ്ഞ് ചെറിയ കൊല്ലയിലും തമിഴ്നാട്ടിൽ കാഷ്യൂ ഫാക്ടറി അവർ കേൾക്കാൻ വരാറുണ്ട്. സ്വോത്രം. ഞങ്ങളുടെ നാട്ടുകാർ. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നാട്ടിലെ പൂട്ടിയിട്ട് എന്തിനാ അവിടെ വന്ന്? പാസ്റ്റർ ഒന്നും പറയണ്ടെന്ന്. സ്വോത്രം. കാര്യം പിടികിട്ടിയോ? കേരളത്തിലെങ്ങും ഒന്നും വരത്തില്ല. ഈ തമിഴിൻ്റെ എന്ത് കാശ നാട്ടുകാർ കേട്ടാലും കേൾക്കണോ? ഇപ്രാവശ്യം അവിടെ പ്രളയം വന്ന് ചെന്നൈയിൽ ആൾക്കാർ കേരള ഗവൺമെൻറ് ചോദിച്ചു വല്ലതും വേണമെന്ന്. സ്റ്റാലിൻ മുതലമച്ചർ പറഞ്ഞു 1 രൂപയും വേണ്ടെന്ന്. സ്വോത്രം. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലാക്കണം. തിരുവനന്തപുരം എയർപോർട്ട് ബാക്കിൽ ആ കാർഗോ ടെർമിനൽ, അവിടെ രാവിലെ ചെന്ന് നോക്കണം. തമിഴ്നാടിൻ്റെ വണ്ടികൾ 1-ാം നമ്പർ പച്ചക്കറി, നല്ല ഫലങ്ങളും വിദേശത്തേക്ക് അയക്കുന്നു. തമിഴൻ്റെ അക്കൗണ്ടിൽ ടൺ കണക്കിന് ഡോളർ പൈസയും വരുന്നു. കേരളക്കാരൻ കണ്ണുനീർ മാറുമോ? കര ഉയരുന്നില്ലല്ലോ ചായ. പ്രാർത്ഥിച്ചോ? സ്വോത്രം. ഇതെല്ലാം സംഭവിക്കും. രാഷ്ട്രീയക്കാർ കേട്ടാലും കൊള്ളാം, ഇതെല്ലാം ഇവിടെ സംഭവിക്കും. ഇന്ന് റഷ്യയിൽ വിട്ട കാർ കമ്പനി ഹോണ്ട എത്ര 5000 കോടിയുടെ കാർ പ്ലാന്റാണ് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര പേർക്ക് തൊഴിൽ കിട്ടാൻ പോകുന്നു? അടുത്തത് സാംസങ്, ഏറ്റവും വലിയ കമ്പനി. അങ്ങനെയെങ്കിൽ റഷ്യ തകരുമ്പോൾ അവൻ ഇസ്രയേലിനെ ആക്രമിക്കും. എന്തിന് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നു? ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. ഇതാ അന്ത്യകാല യുദ്ധം. 1-ാമത്തെ സംഭവമായി ഇന്ന് ഈ റഷ്യയിൽ നിന്ന് വിട്ടാൽ ഇസ്രയേലിനകത്ത് 2 കാര്യമുണ്ട്. 3-ാമത്തെ കാര്യം ബൈബിളും. 1-ാമത്തെ കാര്യം റഷ്യക്കകത്തല്ല, അല്ലെ ഖത്തറിലല്ല ഏറ്റവും കൂടുതൽ ഗ്യാസ് ഉള്ളത്.
ഏറ്റവും കൂടുതൽ ഗ്യാസ് നെഗോ മരുഭൂമി ഇസ്രയേലിലാണ് ഉള്ളത്. അത് റഷ്യക്കറിയാം. 2, റഷ്യയുടെ ആണവ നിലയം നമ്മുടെ വെള്ളറട സ്റ്റാൻഡിലെ വണ്ടി കട്ടപ്പുറത്തിരിക്കുമല്ലോ ചൊർണോബ്, കറക്കാൻ സാധനമില്ല. അന്നേരം ലോത്തിൻ്റെ കാലത്ത് തീ ഇറങ്ങിയ ഒരു കടലുണ്ട്, ചാവുകടൽ. അവിടെ 4 ധാതുലവണങ്ങളുണ്ട്. 1 തോറിയം, 2 ലിഥിയം, 3 മഗ്നീഷ്യം, 4 പ്രൊട്ടറ്റീനിയം. ഈ ചാവുകടലിൽ കിടപ്പുണ്ട്. ഇത് കിട്ടിയാൽ ആണവ നിലയം ചാർജാകാം. 3-മത്തെ ഒരു കാര്യം ബൈബിളിലുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ സൗദി അറേബ്യയിൽ അരംകോയിലല്ല, അബുദാബി അഡിനോക്കിലുമല്ല, ഇസ്രയേലിനകത്തായ എണ്ണ. വായിക്കാം മോളെ. എന്തിന് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും? കവർച്ച ചെയ്യുവാനോ കൊള്ളയിടുവാനോ വന്നത്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. കുഞ്ഞൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. എണ്ണ എവിടെ? ആവർത്തന പുസ്തകം 33-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിച്ചാട്ട് മോളെ. ആശേരിനെ കുറിച്ച് അവൻ പറഞ്ഞത്. ആശേർ അപ്പൻ മക്കളെ അനുഗ്രഹിക്കുക. ആശേറിനെ കുറിച്ചുള്ള പ്രവചനം കേട്ടോ. അടുത്ത വാക്ക്. ആശേർ പുത്രസമ്പത്ത് കൊണ്ട്, അവൻ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവന്റെ കാൽ വായിച്ചാട്ട് മക്കളെ. അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. എല്ലാവർക്കും ചേട്ടനും അനിയനും എല്ലാം ആശേർ ഇഷ്ടനായിരിക്കട്ടെ. അടുത്ത വാക്ക്. അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. ആ കരമൊന്ന് ഉയർത്തിയാട്ടെ. പെട്രോൾ അല്ല, മണ്ണെണ്ണയല്ല, അതിന്റെ പേരാ ക്രൂഡ് ഓയിൽ. ഏറ്റവും കൂടുതൽ എണ്ണയുള്ളത്. ഈ പ്രസംഗം നിങ്ങൾ കേൾക്കണം. ഇത് ഓൺലൈനിൽ വരുമ്പോൾ നാട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. ഇതൊക്കെ കണ്ണിമയ്ക്കാതെ ശശി തരൂർ കേട്ടത് സ്വത്രം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ബൈബിൾ അത്ര ക്ലിയർ. UN അണ്ടർ സെക്രട്ടറി പറഞ്ഞതാ, കേൾക്കണം. എന്താ ഏറ്റവും കൂടുതൽ എണ്ണ? ഇസ്രായേലിൽ 2 എണ്ണ കിണറേ ഉള്ളൂ ഇന്ന് തുറന്നത്. 1 ലവ്യാദാൻ, 2 താമാർ. ഇനി ബാക്കി എണ്ണക്കിണർ കിടക്കുക. ഇത് റഷ്യക്ക് അറിയാം. ഈ 3 കാര്യം കിട്ടിയാൽ ആര് രക്ഷപ്പെടും? റഷ്യ രക്ഷപ്പെടും. നമുക്ക് പിടിക്കാം. അമ്പൂരിയിലെ നമ്മുടെ തോമാച്ചായൻ 3 കൃഷി. 1 റബ്ബറിന് വില കുറയുമ്പോൾ 2-മത്തെ കൃഷി പിടിക്കും കുരുമുളക്. സന്തോഷമില്ലല്ലോ. 3-മത്തെ കൃഷി ഇഞ്ചി. ഇത് 3ഉം റെഡിയാക്കിയാൽ തോമാച്ചായൻ രക്ഷപ്പെടും. സ്വത്രം. അതുപോലെ ഇന്ന് സാമ്പത്തികമായിട്ട് തകരുന്ന റഷ്യ 3 കാര്യം. 1 ഗ്യാസ്, 2 എണ്ണ, 3 ധാതുലവണം. ഇതെവിടെ കിടപ്പുണ്ട്? ഇസ്രയേലിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ താമസമിന ഈ ഉക്രൈൻ യുദ്ധം എവിടത്തേക്ക്? ഇസ്രയേലിലേക്ക്. കരമുയർത്തുന്നവർക്കായി യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ആലിക്കോട് ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. കരമുയർത്തുന്നവർക്കായി രാജ്യം രാജ്യത്തോട്, ജാതി ജാതിയോടും എതിർക്ക്. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇന്ന് രാത്രി എൻ്റെ യേശു പറഞ്ഞു, ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം അവിടെ നടക്കുമ്പോൾ ഇന്ന് വേറെ 2 അടിയും കൂടെ നടക്കുന്നു. 2 വാക്യം വായിക്കുമ്പോൾ ഇടവേളയിലേക്ക് പോകാം. അടുത്ത അടി ഒക്ടോബർ മാസം 7-ാം തീയതി ആരാക്രമിച്ചു? ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചു. ബൈബിളിൽ ഉണ്ടോ അമ്മാമ്മേ? ഇതെല്ലാം നാട്ടുകാർ കേൾക്കണം. വായിക്കാം. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇന്നത്തെ ഹമാസ് ഇസ്രായേൽ സംഘടന നമ്മുടെ ബൈബിളിനകത്തുണ്ട്. വായിച്ചാട്ടെ മോളെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ, ഞാനല്ല, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ 3-4 അതിക്രമം. അതിന് മുമ്പുള്ള വാക്യം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിന് മുമ്പുള്ള ഒരു വാക്യം. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. ആ കരമുയർത്തിയാട്ട് മക്കളെ. യഹൂദയിൽ ഞാൻ ഒരു തീ അയക്കും. ഹമാസ്. അടുത്തത് വായിക്കാം. യെരുശലേമിന്റെ അടുത്ത വാക്ക്. അത് യെരുശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. കരമുയർത്തിയാട്ടെ മക്കളെ. ഇതാ ഒക്ടോബർ മാസം 7-ാം തീയതി നിങ്ങൾ കണ്ടത് ഹമാസിന്റെ റോക്കറ്റുകൾ എവിടെ? ഇസ്രയേലിനകത്ത്. തീർന്നില്ല. ജെറുസലേമിന്റെ കെട്ടിടങ്ങൾ മൊത്തം കത്തിപ്പോയി. അതാ ഹമാസും ഇസ്രയേലും 4 അതിക്രമം. ഇനി അടുത്തത് മോള് വായിക്കണം. ഇത് അടുത്ത വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ 3-4 അതിക്രമം നിമിത്തം ആ അവർ നീതിമാനെ പണത്തിന്. മതി, നിർത്താം. അന്ത്യദിനങ്ങളിലേക്ക് വന്ന 4 അതിക്രമം. അതാ ഇസ്രയേൽ ഗാസ സംഘടനം. 1 2003, 2 2007, 3 2013. അന്ന് 4000 പേരെ കൊല്ലപ്പെട്ടോള്. 4-ാമത്തെ അതിക്രമമായിരുന്നു. കോവിഡ് കാലത്ത് ഇടുക്കിക്കാരി സൗമ്യ സന്തോഷ് ഇസ്രയേലിനകത്ത് റോക്കറ്റിനകത്ത് മരിച്ചത്. എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ 5-ാമത്തെ അതിക്രമം തുടങ്ങിയെങ്കിൽ അച്ചായ ഈ ലോകത്തിൻ്റെ അന്ത്യത്തിലേക്ക് ദിനം നീങ്ങുന്നു. കരമുയർത്തുന്നവർക്കായി ഇസ്രായേലേ,
ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്നും പത്രം വായിച്ചില്ലേ? 1400 പേരെ കൊന്നു, 350 പേരെ കൊണ്ടുപോയി. യഹൂദൻ എന്താ ചെയ്ത്? 38,000 പേരെ കൊന്നു കളഞ്ഞു. സ്വോത്രം. കണ്ണി ചോരയില്ലാത്തവനായ യഹൂദൻ. ഞാൻ ഒരിക്കലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഞങ്ങളും വിചാരിച്ചവൻ നിർത്തുമെന്ന്, പക്ഷേ അവൻ നിർത്തുന്നില്ല. അമേരിക്ക പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. റഫ 9 ലക്ഷം പേർ ഓടിപ്പോയി. ജാബിലിയ അതൊക്കെ പ്രസംഗിച്ച ബൈബിൾ നിങ്ങൾ കരയും. അടുത്ത ദിവസങ്ങളിൽ അടുത്ത ദിവസം അന്തിയൂർക്കോണത്തെ ഞാൻ പ്രസംഗിക്കുന്നത്. കർത്താവിൻ്റെ വരവ് അടുത്ത 27, 28, 29. അവിടുത്തെ ദൈവദാസൻ എന്നോട് പറഞ്ഞു, വെളിപ്പാട് പ്രസംഗിക്കരുത്. ആമോസും എസക്കേലും സെക്കരിയാവും. ഇവിടെ ഞാൻ CSI പള്ളി വരെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. സ്വോത്രം. എന്താ ഈ ബൈബിളിനകത്ത് ഈ പ്രവചനങ്ങളുണ്ടോ? ഇതൊന്നും ആരും പറയുന്നില്ല. ഒരന്ത്യകാലത്തിലേക്ക് ലോകം. അതാ നിങ്ങളുടെ പത്രവാർത്ത. ഹമാസ് ഇസ്രായേൽ കഴിഞ്ഞ ഒക്ടോബർ 7 തുടങ്ങി. ഇന്ന് എത്ര മാസമായെന്നറിയോ? 8-ാം മാസമായിട്ടും ഈ അടി തീരുന്നില്ല. ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ ആ അടി നടക്കുമ്പോൾ ഇനിയുള്ള കാര്യം എല്ലാവരും കേൾക്കണം. ഇസ്രായേൽ ആരെ ആക്രമിക്കും, ആരൊക്കെ മരിക്കപ്പെടും. അതിനാസ്പദമായി വായിക്കാം യെശയ്യാ പ്രവചനം 17:1-2 ഇടവേളയിലേക്ക്. ഈ വാക്യം എല്ലാവരും കേൾക്കണം. ഇന്നത്തെ ലോക സംഭവം ഇതിനകത്ത്. യെശയ്യാ പ്രവചനം 17:1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഇസ്രായേൽ ആരെയൊക്കെ ആക്രമിക്കും? വായിക്കാം. യെശയ്യാ പ്രവചനം 17:1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. ദമ്മേശേക്കിനെ കുറിച്ചുള്ള പ്രവാചകം. സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ്, അതിൻ്റെ മണ്ടയ്ക്ക് ഇസ്രായേൽ അടിക്കും. ഈ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ കേൾക്കണം, ഇസ്രായേൽ സിറിയനെ ആക്രമിക്കും. രണ്ടാമത്തെ കാര്യം, ലെബനോനെ ആക്രമിക്കും, ഇറാനെ ആക്രമിക്കും. ദമ്മശേഖ്, സിറിയ. വായിച്ചാട്ട് മോളെ അടുത്ത വാക്ക്, ദമ്മശേഖിനെ കുറിച്ചുള്ള പ്രവചനം വായിച്ചാട്ടെ. ഇതാ ദമ്മേശേഖ് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം. ദമ്മശേഖ്, സിറിയ, അതാ ഡമാസ്കസ് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അതാ എന്നും മലയാള മനോരമ അല്ലെങ്കിൽ നിങ്ങളുടെ ഏഷ്യാനെറ്റ് സിറിയയുടെ മുകളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം. 2, ഇസ്രായേൽ ലെബനോനെ ആക്രമിക്കും. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. അടുത്ത ഭാഗം. അരോവേർ പട്ടണങ്ങൾ. അതാ ഇന്നത്തെ ലെബനോൻ. അരോവർ ദാ കിടക്കുന്നു. ഹിസ്ബുള്ള. അരോവർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. ദാണ്ടെ ലെബനോന്റെ ബോർഡർ മൊത്തം ജീവനം കൊണ്ട് ഓടിപ്പോയി. എത്ര അടിയാ നടക്കുന്നത്? ക്ലിയർ ആക്കിക്കോണം. ലോകത്തെ നടക്കാൻ പോകുന്ന കാര്യം ഈ കൺവെൻഷനിൽ ഞാൻ പറയുക. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ അതിൻ്റെ പ്രത്യേകത? 1, ഇസ്രായേൽ ഹമാസ്. 2, ഇസ്രായേൽ സിറിയ. 3, ഇസ്രായേൽ ലെബനോൻ. ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം. ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിനകത്ത് ഹമാസിന്റെ പോരാളികൾ നുഴഞ്ഞു കയറിയതിന് പിൻപിൽ ഒരു ശക്തിയുണ്ട്. അവൻ്റെ പേരാ ഇറാൻ. ഇറാന്റെ കൈയോടുകൂടിയ ഹൂത്തി വിമതർ ഈ കൂട്ടത്തിലുണ്ട്. IS ഉണ്ട്. ഇവർക്ക് പിന്തുണ കൊടുത്ത സിറിയ ഉണ്ട്, ലെബനോനുണ്ട്, അഫ്ഗാനുണ്ട്. ഇന്ന് രാത്രി ഈ യോഗം നടക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ താമസം വിന ഇറാന്റെ മണ്ടയ്ക്കും ഇസ്രായേൽ ബോംബിടും. അതുപോലെ തന്നെ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ഒരു സംഭവം നടക്കാൻ പോകുന്നു. മുൻപ് 2 നേതാക്കള്, ഇറാന്റെ നേതാക്കള് കഴിഞ്ഞ വർഷം ഇസ്രായേൽ വകവരുത്തി. എല്ലാവരും കേൾക്കണം. 1, ഇറാന്റെ ഏറ്റവും നല്ല ഉപദേഷ്ടാവായിരുന്നു ഖസീം സുലൈമാനി. അദ്ദേഹത്തെ അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് തട്ടിക്കളഞ്ഞു. 2, ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്റെ പേരാ മൊഹസിൻ ഫക്രിസാദ. അദ്ദേഹത്തെ ആളില്ല ഡ്രോൺ വെച്ച് കൊന്നുകളഞ്ഞു. ഇനി ഇസ്രായേൽ ഹമാസ് വിഷയം മുൻപോട്ട് പോയാൽ തീരാൻ പോകുന്നത് ഇറാന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസി. ക്ലിയർ. എത്ര ക്ലിയർ ആയിരിക്കുന്നു? തീർന്നില്ല. ഏത് വഴിയെങ്കിലും ഇസ്രായേലിൽ ഒരു ചാരസംഘടനയുണ്ട്. ആ ചാരസംഘടന പേരാ മൊസാദ്. അവൻ ഏത് വഴിയെങ്കിലും കൈകാര്യം ചെയ്യും. എനിക്ക് നേരത്തെ അറിയാം. 2 പേരെ അവൻ തട്ടിയതിൻ്റെ പിൻപിൽ ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ ഇസ്രായേലും അമേരിക്കയും പദ്ധതി വെക്കും. 1, ഇറാന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്ന 1 ഖസീം സുലൈമാനി. 2, ഇറാന്റെ ആണവ പ്ലാന്റിന്റെ നേതാവായിരുന്ന മൊഹസിൻ ഫക്രിസാദ്. 2023 2 പേരെയും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തട്ടിയെങ്കിൽ 2024 താമസം വിന ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്ന നേതാവാ ഇബ്രാഹിം റൈസി, ഇറാന്റെ പ്രസിഡന്റ്. സ്വോത്രം. അത് തീർന്നില്ല. ഈ പ്രഭാഷണം കേൾക്കുന്നവർ ഇന്ന് കേട്ടോ, ഈ അടി ഇവിടെ തീരത്തില്ല. ഇനി ആരെ ആക്രമിക്കും? ഇസ്രായേൽ തുർക്കിയെ ആക്രമിക്കും.
അവൻ്റെ ലിസ്റ്റിൽ അടുത്ത നേതാവ് വന്നു, രജബ് ത്വയ്യിബ് എർദോഗൻ. അവനും താമസമിന ഈ ഭൂതലത്തിൽ നിന്ന് മാറ്റപ്പെടും. അതാണ് ഇസ്രയേലിൻ്റെ പദ്ധതി. അതിൻ്റെ ചാരസംഘടന മൊസാദ് എങ്ങനെ ചെയ്യുന്ന ആർക്കും അറിയത്തില്ല. ഇത്രയും കണ്ണ് സൂക്ഷ്മതയോടെ ചെയ്യുന്ന ഒരു സംഭവം. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം അവസാനിക്കത്തില്ല. 1 ഇസ്രയേൽ ഹമാസ്, 2 ഇസ്രയേൽ സിറിയ, 3 ഇസ്രയേൽ ലെബനോൻ, 4 ഇസ്രയേൽ ഇറാൻ, അടുത്തത് തുർക്കിയെ അവൻ ആക്രമിക്കും. ഇന്ന് ഖത്തറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഖത്തറിനകത്തായിരുന്നു ഹമാസിൻ്റെ 2 നേതാക്കൾ ഉണ്ടായിരുന്നത്, ഖാലിദ് മിഷേൽ, മുഹമ്മദ് ഖനിയ. ഖത്തറുമായിട്ട് ഇച്ചിരി സ്നേഹം ഉണ്ടായിട്ട് ഇസ്രയേൽ വിളിച്ച് പറഞ്ഞു, അവന്മാരെ പെട്ടെന്ന് വിട്ടില്ലേ, അവന്മാരെ സാധനവും പെട്ടിയും കിടക്കെ എടുത്ത് വിട്ടില്ലേ, നിനക്കും അടി ഉറപ്പാന്ന്. സ്വോത്രം ഖത്തറിനോട്, സ്വോത്രം. അത്ര ഇതായിട്ട് യഹൂദനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. കരമുയരുന്നില്ലല്ലോ. യഹൂദനെ പച്ച വെള്ളത്തിൽ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തോ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച. ബിൽ ക്ലിൻ്റൺ, അന്ന് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ, പലസ്തീൻ്റെ നേതാവ് യാസർ അറാഫത്ത്, ഇവർക്ക് 2 പേർക്കും ആൻ്റണി പാസ്റ്ററെ അമേരിക്കയെ വെച്ച് കട്ടൻ ചായ കൊടുത്തു. അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങൾ ചേട്ടൻ്റെ അനിയൻ്റെ മക്കളെ വഴക്കുണ്ടാക്കരുത്. ഏരിയൽ ഷാരോണും യാസർ അറാഫത്തോടെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബായിയെ നമ്മൾ അബ്രഹാമിൻ്റെ മക്കളാണ്. ഞാനും വിചാരിച്ചു വെടി തീർന്നെന്ന്. സ്വോത്രം. തിരിച്ചു വന്ന് 3-ാമത്തെ ദിവസം പലസ്തീൻ്റെ മണ്ടക്കിട്ട് അവൻ അടി കൊടുത്തു. കരമുയരുന്നില്ലല്ലോ. ഒരു കാരണവശാലും യഹൂദനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ലോകത്തിലെ സംഭവങ്ങൾ, ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ ലോകം 2 ചേരിയിലേക്ക് ഇന്ന് രാത്രി ഇനി ഇസ്രയേൽ ഇറാനെയും തുർക്കിയെയും ഒരുപക്ഷെ അഫ്ഗാനെയും അതുപോലെ ഇന്നത്തെ ഹമാസിന് പ്രോത്സാഹനം കൊടുക്കുന്ന രാജ്യങ്ങളെയും ആക്രമിച്ചാൽ ലോകം 2 ചേരിയിൽ. അങ്ങനെയെങ്കിൽ ഒരന്തിമ യുദ്ധത്തിൻ്റെ കാളം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. കരമുയർത്തുന്നവർക്കായി ഇതിൻ്റെ നേതാവായി റഷ്യ പിൻപിൽ എഴുന്നേൽക്ക് വരുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഒരന്തിമ യുദ്ധം ഇവിടെ ആരംഭിക്കാറായി. എന്നാൽ ആ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ആലിക്കോട്ട് ഒരു സംഭവം നടക്കും. എന്താ സംഭവം എന്നറിയോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഏവരും കേൾക്കണം, പാകിസ്ഥാൻ്റെ 40 കോൺസുലേറ്റുമാർ ന്യൂഡൽഹിയിൽ നിന്ന് ബസ്സിനകത്ത് കൊണ്ടുപോകും. എവിടെ കൊണ്ടുപോകുമെന്നറിയാമോ? വാഗ അതിർത്തിയിൽ കൊണ്ട് അവിടെ ബസ് ഇട്ടേക്കും. ആ സമയത്ത് ഇസ്ലാമാബാദിൽ നിന്ന് 40 ഇന്ത്യൻ കോൺസുലേറ്റുമാരെ കൊണ്ടുവരും. അതിർത്തി തുറക്കും, പാസ്പോർട്ട് ചെക്ക് ചെയ്യും, ഇവിടുത്തുകാരെ അവിടത്തേക്ക് കൊടുക്കും, അവിടുന്ന് വന്ന ഇന്ത്യക്കാരെ ഇങ്ങോട്ട് മേടിക്കും. വാഗ അതിർത്തി അടയ്ക്കും, കൊടി താഴ്ക്കും. 8 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ യുദ്ധം ആരംഭിക്കും. അങ്ങനെയെങ്കിൽ ഈ അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗ അതിർത്തിയിൽ രാജ്യങ്ങൾ കോൺസുലേറ്റുമാരെ ഒഴിച്ചു മാറ്റുന്നത് പോലെ ഒരൊഴിച്ചുമാറ്റം ഈ ഉലകത്തിൽ നടക്കാൻ പോകുന്നു. കരമുയർത്തുന്നവർക്കായി അതിൻ്റെ പേര് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. ഇന്ന് രാത്രി ആലിക്കോട് മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട 1.25 1.5 2 ഏകനാമം, യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. നെഞ്ചത്ത് കൈവച്ച് ആര് യേശു രക്ഷകൻ എന്ന് പറയും, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ വരാറായി. ആലിക്കോടി സത്യസന്ദേശം കേൾക്കണം. ഇന്ന് രാത്രി എന്താ സന്ദേശം എന്നറിയാമോ? ഇവിടെ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ, ഞാൻ ഇടവേളയിലേക്ക് പോകുമ്പോൾ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ പാലിയോട് ആരോഗ്യ കേന്ദ്രം, വെള്ളറട, 5 മരങ്കാല് അവരെല്ലാം അനൗൺസ് ചെയ്യും, പോളിയോ വാക്സിൻ. എന്താ പോളിയോ വാക്സിൻ? ഇവിടെ PSC ടെസ്റ്റ് എഴുതുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. പോളിയോയുടെ വാക്സിൻ കണ്ടുപിടിച്ചതാ ഒരു ഇസ്രയേലുകാരൻ, അവൻ്റെ പേര് ജോൺ ലിറ്റിൽ വാക്സിൻ. എന്താ പോളിയോ? നമ്മുടെ വീട്ടിനകത്ത് 5 വയസ്സിനകത്ത് താഴെയുള്ളൊരു കുഞ്ഞ് കാല് മുടന്തി കിടക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാറും അനുവദിക്കത്തില്ല. അതുകൊണ്ട് ആ ഫ്രീ വാക്സിൻ കൊച്ചിനെ കൊണ്ട് കൊടുത്താൽ മതി. കുഞ്ഞിൻ്റെ വായിൽ ഫ്രീ ഡോസ് കൊടുക്കും. അതിൻ്റെ പേരാ പോളിയോ.
അന്ന് ചില ചേച്ചിമാർ പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ കൊച്ചിനെയും കൂട്ടി ചപ്പാത്തി തിന്നാൻ പോകും, പോളിയോ കൊടുക്കാതെ. സന്തോഷമില്ലല്ലോ. പിന്നെ രോഗം വന്നിട്ട് കർത്താവിനെ കുറ്റം പറയരുത് കേട്ടോ. അങ്ങനെയെങ്കിൽ കൊച്ചിന് കൊടുക്കേണ്ടത് കൊടുക്കണം. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന പോളിയോയ്ക്ക് വേണ്ടി ഒരു വാക്സിനാ മന്ദരോഗം അല്ലെ തളർവാദത്തിന് ഒരു വാക്സിനാ പോളിയോ. എന്നാൽ ഇന്ന് രാത്രി ആലിക്കോട് നാളെ യോഗമില്ല, മനുഷ്യകുലത്തിനൊരു പോളിയോ വന്നു. അതിൻ്റെ പേരാ പാപം. കരമുയർത്തുന്നവർക്കായി പാപത്തിന് ആൻറ്റിബയോട്ടിക് ഉണ്ടോ കാരക്കോണതി എന്നാൽ ഡോക്ടർ പറയും പുറത്തിറങ്ങാൻ. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി ചോദിക്കണം പാപത്തിന് വല്ല മരുന്നുണ്ടോ, അവർ പറയും പുറത്തിറങ്ങാൻ. എന്നാൽ തിരുവനന്തപുരം RCC ചെല്ലണം, അവരോട് പറയണം പാപത്തിന് കീമോതെറാപ്പി റേഡിയേഷൻ തരാൻ, അവർ പറയും പുറത്തു പോകാൻ. എന്നാൽ ബ്ലസാലിക്കോടിൻ്റെ അവസാന രാത്രി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങളൊരു വാക്സിന് ഇന്ന് രാത്രി അവിടെ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ പേരത്രേ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്ത. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി നിന്റെ സകലം പാപമല്ല സകല പാപത്തെയും പോക്കുവാൻ കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു കുഞ്ഞാട് പരമയാഗമായെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ യേശു വരാറായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 4 വാക്യം കൂടെ വായിക്കുമ്പോൾ ഈ രാത്രി സമാപിക്കും. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ രാത്രി സമാപിക്കും. ഒലിവുമലയിലേക്ക് ഇന്ന് രാത്രി അറബ് രാജ്യങ്ങൾ ഒരുമിക്കുന്നു. റഷ്യ അതിൻ്റെ നേതാവായി മാറുന്നു. ഇനി അറബ് രാഷ്ട്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വരാൻ പോകുന്നു. ഇനിയുള്ള കാര്യങ്ങളായി കൺവെൻഷൻ്റെ ക്ലൈമാക്സ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രയേലിനെ കൈവിടും. ഇന്ത്യ നിന്നാൽ ബാക്കി രാഷ്ട്രങ്ങൾ കൈവിടും. ഇനിയുള്ള വാക്യം ബൈബിളുള്ളവരെല്ലാം ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം എടുത്തോണം. അമേരിക്കയും ഫ്രാൻസും എല്ലാം റഷ്യയുടെ ഈ ഇസ്രയേലിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് മാറാൻ പോകുന്നു. അതിനായി ഒരു സംഭവം ഇവിടെ വരുന്നു. യിരെമ്യാ പ്രവചനം 22-ാം അധ്യായം 21-22 ബൈബിളുള്ളവരെല്ലാം നോട്ട് ചെയ്താട്ട് ഇന്ന് ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ ഇസ്രയേലിൽ നിന്ന് മാറാൻ പോകുന്നു. അപ്പോൾ യഹൂദൻ്റെ നിലവിളി ഉയരാൻ പോകുന്നു. വായിക്കാം യിരെമ്യാ പ്രവചനം 22, 21, 22 വാക്യങ്ങൾ വായിച്ചാട്ടെ. യിരെമ്യാവ് 22, 21, 22 വാക്യങ്ങൾ. നിന്റെ ശുഭകാലത്ത്, നിന്റെ നല്ല കാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, ഇസ്രയേലിനോട് ഞാൻ സംസാരിച്ചു. അടുത്തത് നീയോ ഞാൻ കേൾക്കുകയില്ല എന്ന് പറഞ്ഞു. എന്റെ വാക്ക് നീ കേൾക്കാത്തത് കൊച്ചുനാളിലേ നിന്റെ ശീലം. അടുത്ത വാക്കൊന്ന് വായിച്ചാട്ടെ. നിന്നെ മേയ്ക്കുന്നവരെ ഒക്കെയും എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്ന ആ വാക്ക് മോള് തന്നെ വായിച്ചു. എന്റെ വാക്ക് അനുസരിക്കാതിരുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാട്ടെ. ഇനി എല്ലാവരും കേട്ടോണം. ശൗലെന്ന് പറയുന്ന ഒരുവൻ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാറുന്നല്ലോ. കഴുതയെ അന്വേഷിച്ച് പോയവനാണ്. സ്വോത്രം. എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൻ ഇസ്രയേലിന്റെ രാജാവായി. പ്ലാനും വിട്ട് പദ്ധതിയും വിട്ടും പോയി. അവൻ്റെ കയ്യിൽ ഒരു കുന്തം ഉണ്ടായിരുന്നു. അവസാനം ആർക്കറിയാനാ പോയത്? ദാവീദിനെ എറിയാനായിട്ട്. സന്തോഷമില്ലല്ലോ? നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതല്ലോ. ദാവീദ് പറഞ്ഞു ഒരുപാട് എറി കിട്ടി. അപ്പോൾ സ്വർഗത്തോട് പറഞ്ഞു ഒന്ന് ഞാൻ കൊടുത്താലോ? സ്വർഗം പറഞ്ഞ് നീ മിണ്ടാതിരുന്നാൽ മതി, ഈ കുന്തം അവനെ തീർക്കുമെന്ന്. സന്തോഷമില്ലല്ലോ? അവസാനം അവൻ എവിടെ പോയെന്നറിയാമോ? ഗിൽബോറ പർവ്വതനിര. അതാ വീരന്മാർ പട്ടുപോയത്. അവൻ ദാവീദിനെ എറിയുന്ന കുന്തം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. തൻ്റെ പ്രിയ മകനായ യോനാഥാൻ അവിടെ വെച്ച് ദാരുണമായി കൊല്ലപ്പെട്ടു. ശത്രുവിൻ്റെ ആയുധം കൊണ്ട് കൊല്ലാതെ അഭിഷിക്തനായ ദാവീദിൻ്റെ മണ്ടയ്ക്കെറിഞ്ഞ കുന്തം ആരെടുത്ത് വെച്ച് കുത്തി? ശൗൽ. സ്വോത്രം. ശുഭകാലത്ത് നിന്നോട് അരുളി ഇസ്രായേൽ. 2 ദാവീദ് നമുക്കറിയാലോ. ആദ്യ രാത്രി പറഞ്ഞോലെ കാട്ടിനകത്ത് കഴുതിയ കരമടിച്ചുകൊണ്ട് ഒരുത്തനെ പിടിച്ച് ആരാക്കി? ഇസ്രയേലിൻ്റെ രാജാവാക്കി. ഇസ്രയേലിൻ്റെ രാജാവാക്കിയിട്ട് അവസാനം എന്തോ ചെയ്തു? അവൻ ദൈവസന്ധിയിൽ കളങ്കം. ഊര്യാവിൻ്റെ ഭാര്യയെ അവൻ മോഹിച്ചു. അവസാനം ഊര്യാവിനെയും കൊന്ന് സഭയിലും പോയി കരയാനും തുടങ്ങി. നാഥാൻ വന്നു. അവസാനം പ്രവചനം കേട്ട് അവൻ ഒരു പരുവത്തെ രക്ഷപ്പെട്ടു. സ്വോത്രം. ശുഭകാലത്ത് നിന്നോടരുളി. പിന്നെ വേറൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു, ബിലയാം. കേട്ടവർ കരമുയർത്താം. ബാലാക്കിൻ്റെ കൊട്ടാരത്തിലെ മോഹക്കാഴ്ചയുമായിട്ട് നടന്നവനാ ബിലയാം. 3 പ്രാവശ്യം അവൻ വഴിതെറ്റിപ്പോയി. 1 കഴുത റൂട്ട് മാറി. എന്നിട്ട് ഈ പ്രവാചകൻ ഗുണപ്പെട്ടില്ല. സ്വോത്രം. 2 കഴുത ചെന്ന് മതിലെ ചെന്ന് കാലുരച്ച് ബാൻഡേഡ് നീതി സ്റ്റോറിൽ നിന്ന് മേടിച്ച് ഒട്ടിച്ച്. എന്നിട്ടും ഗുണപ്പെട്ടില്ല. സ്വോത്രം. 3ാമത് അങ്ങോട്ട് യാത്ര ചെയ്തു. കഴുത പോകാൻ പറ്റുന്നില്ല. ദൂതം നിൽക്കുക. കഴുത അവിടെ കടന്നു. കഴുതയുടെ മണ്ടക്കിട്ട് ഒറ്റയടിയും കൊടുത്ത പ്രവാചകൻ. കഴുത സംസാരിച്ചു. ആരെ രക്ഷപ്പെടുത്താൻ? പെന്തിക്കോസിലെ പാസ്റ്ററല്ല, പ്രവാചകനെ. സ്വോത്രം. കഴുതയെ കൊണ്ട് കർത്താവ് സംസാരിച്ചെന്ന. സ്വോത്രം. എന്നിട്ടും ഗുണപ്പെട്ടില്ല. പഴയ നിയമത്തിൽ ഒരു പ്രവാചകന് കിട്ടേണ്ട അടക്കം എത്രയും നല്ലതാ. അവസാനം ബിലയാമിൻ്റെ ബാലാക്കിൻ്റെ മോഹത്തിലെ കൊട്ടാരത്തിലെ കാഴ്ച കണ്ടവൻ കഴുതയുടെ പുറത്ത് കയറിയവൻ
അവൻ ദാരുണമായി തീർന്നു. ബൈബിളിനകത്തൊരു വാക്യമുണ്ട് അച്ചായ അമ്മാമേ, വീരന്മാർ പട്ടുപോയതെങ്ങനെ? കരമുയർത്തുന്നവർക്കായി. തുടക്കം നല്ലതായിരിക്കും. ചിലർ രഥങ്ങളിലും കുതിരകളിലും കുന്തങ്ങളിലും ലോകത്തിൻ്റെ മോഹങ്ങളിലും അതിനകത്ത് വീണു പോകും. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. രാജാവും വീഴും, പ്രവാചകനും വീഴും. ഇതാ ഇരമ്യാവ് പറഞ്ഞ ഇസ്രായേൽ പണ്ട് തൊട്ടേ എൻ്റെ വാക്ക് തന്നെ അനുസരിക്കത്തില്ല. അടുത്തതാ എൻ്റെ പ്രസംഗം. 2 വാക്യം കൂടെ കഴിയുമ്പോൾ അവസാനിക്കും. ഇന്ന് രാത്രി നിന്നെ മേയിക്കുന്നവരെ, വായിച്ചാട്ട് മോളെ ആ വാക്ക്. നിന്നെ മേയ്ക്കുന്നവരെ ഒക്കെയും ഏത് മേയിക്കും? കൊടുങ്കാറ്റ് മേയ്ക്കും. കൊടുങ്കാറ്റ് റീത്തയും കത്രീനയും വിൽമയൊന്നും അല്ല മേയിക്കാൻ പോകുന്നത്. നിന്നെ മേയിക്കുന്നവര് സാമ്പത്തിക മാന്യം. കരമുയർത്തിയാട്ടെ. സ്വത്രം. ഇന്ന് അമേരിക്കയിൽ പണമില്ല, കാനഡയിൽ പണമില്ല, ബ്രിട്ടനിൽ പണമില്ല, ഓസ്ട്രേലിയയിൽ പണമില്ല. സ്വത്രം. അല്പം പിടിച്ചു നിൽക്കുന്ന ചില രാജ്യങ്ങൾ പണം തീർന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ യവനെ വിട്ടുപോകും. ഇനി ചെറുപ്പക്കാരെല്ലാം നോക്കിക്കോണം. ഇന്ന് 3 രാജ്യങ്ങൾ കൈ കൊടുക്കുന്നു. 1 റഷ്യ, 2 ചൈന, 3 സൗദി അറേബ്യ. അങ്ങനെയെങ്കിൽ താമസമിന സജു ചാത്തന്നൂർ ഇവിടെ വന്നില്ലെങ്കിൽ ഉലകം കാണാൻ പോകുന്ന സംഭവമാ. എണ്ണവില ഡോളറിൽ നിന്ന് മാറി ഒന്നീ റഷ്യയുടെ റൂബിളാകും, അല്ലെ ചൈനയുടെ കറൻസി ആയാൽ അന്ന് അമേരിക്ക ദിം തരികിടത്തും. കരമുയർത്തിയാട്ട് മക്കളെ, അവൻ്റെ കാര്യം പോയി കിട്ടും. സ്വത്രം. അതാ നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. കേട്ടോ, ഇന്ന് അമേരിക്കയുടെ കടം എത്രയാണെന്നറിയാമോ? 32 ഇട്ടിട്ട് 12 പൂജ്യം ഇടണം. $32 ട്രില്യൺ. ഇവിടെ 2000 നോട്ട് നിരോധിച്ചതുപോലെ ഒരു കാലത്ത് അമേരിക്കയുടെ നോട്ട് ഫിയറ്റ് കറൻസി ആവും. വേണ്ടാത്ത കറൻസി. പിള്ളേർ വീട്ടിൽ ചീട്ട് കളിക്കുന്ന പോലെ. അങ്ങനെയെങ്കിൽ അമേരിക്ക തീർന്നാൽ ഒരു സംഭവം നടക്കും. ഇന്ന് രാത്രി അതാ എൻ്റെ പ്രസംഗം. കേട്ടോണേ. 1967 ജെറുസലേം ദാ കിടക്കുന്നു. ഇസ്രയേൽ പിടിച്ചെടുത്തു. അമേരിക്ക തീർന്നാൽ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ജെറുസലേമിന് ദാണ്ട് എംബസി അമേരിക്ക തുറന്നു. അത് കഴിഞ്ഞാൽ അന്തിമയുദ്ധമാ. ഇസ്രയേൽ ജൂതരാഷ്ട്രം. എല്ലാവരും ഈ കേൾക്കണം. ഓൺലൈനിലും പോകുന്നുണ്ട്. 5 ലോക രാജ്യങ്ങളാ UN-നകത്ത് വീറ്റോ പവർ അഥവാ പരമാധികാര രാഷ്ട്രങ്ങൾ. 1 അമേരിക്ക, 2 ബ്രിട്ടൻ, 3 ഫ്രാൻസ്, 4 ചൈന, 5 റഷ്യ. ഇന്ന് ചൈനയും റഷ്യ ഒരുമിച്ച് നിൽക്കുക. ഇംഗ്ലീഷ് രാജ്യങ്ങൾ 3 പേരാ. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്. ഇസ്രയേലിനെതിരെ എന്തെങ്കിലും വന്നാൽ ഇവർ 3 പേരും എഴുന്നേറ്റ് പറയും, അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഇസ്രയേലിൻ്റെ കൂടെ. സ്വത്രം. അങ്ങനെയെങ്കിൽ ഈ സാമ്പത്തിക മാന്ദ്യം നേരിടുന്നവ അമേരിക്ക. താമസം വിന UN-ന്റെ അകത്ത് പോയാൽ അറബ് രാജ്യങ്ങൾ പറയും, യെരുശലേം ഞങ്ങളുടെ കരങ്ങളിൽ തരണം. കരമുയർത്തുന്നവർക്കായി. ഇതാ അന്തിമയുദ്ധം. അത് മറ്റൊരിടത്ത്. അതാ സക്കറിയ പ്രവചനം 12:2-3. അന്നാളിൽ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാനൊരു പരിഭ്രമ പാത്രമാക്കും. കരമുയർത്തുന്നവർക്കായി. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അതിൻ്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. അടുത്ത വാക്ക് ഈ എന്തോ ചെയ്യുമെന്നറിയാം? നിന്റെ സ്നേഹിതന്മാർ. മോള് വായിച്ചാട്ടെ അടുത്ത വാക്ക്. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. ദാണ്ട് ഇന്ന് ഇസ്രയേലിന് കൈ കൊടുക്കുന്നവർ പിന്നെ കൈ കൊടുക്കത്തില്ല. നമ്മുടെ ഇവിടെ പാലിയോട് ഒരു നാടൻ ഭാഷ. ഒരു പയ്യൻ സൗദി അറേബ്യയിലായിരുന്നു. അവൻ ഐസ്ക്രീം കട ഉണ്ടായിരുന്നു. അവൻ്റെ ഐസ്ക്രീം കട അറബി ഏറ്റെടുത്ത് ഉള്ള പൈസയും കൊടുത്ത് അവനെ പാലിയോട് വിട്ടു. അവൻ പാലിയോട് വന്നിട്ട് 2 കാര്യം തുടങ്ങി. ഒരാട്ടോ എടുത്തു. ആട്ടോയുടെ പേര് പ്രവാസി ആട്ടോ. ഒരു പച്ചക്കറി കട തുടങ്ങി, പ്രവാസി പച്ചക്കറി കട. നമ്മുടെ ആൻ്റണി പാസ്റ്റർ 2 മാസം കഴിഞ്ഞ് പയ്യനോട് ചോദിച്ച്, മോനെ നീ തിരിച്ച് സൗദിയിൽ പോകുന്നില്ലെന്ന്. അപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ പേര് കണ്ടില്ലേ, പ്രവാസി ആട്ടോ, പ്രവാസി പച്ചക്കറി. കരമുയരുന്നില്ലല്ലോ. അവിടുന്ന് പെട്ടിയും കിടക്കെ എടുത്തെന്ന്. സ്വത്രം. അതുപോലെ ഇന്ന് ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ അവനുമായിട്ട് ബന്ധം അവസാനിപ്പിക്കും. അന്നാണ് ഇസ്രയേലിൻ്റെ നേരെ ആക്രമണം. നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോകും. അടുത്തത്, ഇന്ന് ലോക രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു അവൻ്റെ കൂട്ടുകാരൻ നിലവിളിക്കാൻ പോകുന്നു. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം. ഇന്ന് ഇത്രയും പേരെ കൊന്നൊടുക്കി ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഇസ്രയേൽ താളടിയാകാൻ പോകുന്നു. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ആമോസിനോട് ദൈവം പറഞ്ഞു, എഴുതിക്കൊള്ളുക, ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.
ഈ വാക്യം നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ പാലിയോട് ഇത് പെന്തിക്കോസ് മിഷൻ ഉണ്ട്. അവരെ കയറുന്ന വാതൊക്കെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ആമോസ് 4:12 ഇസ്രായേൽ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ ആര്? 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, റഷ്യ, ചൈന ആരുടെ നേരെ വരും? ഇസ്രയേലിൻ്റെ നേരെ വരും. ഇസ്രയേൽ ആരാ? വെറും 1 കോടി. കേരളത്തിലെ 6 ഡിസ്ട്രിക്റ്റേ ഉള്ളൂ ഇസ്രയേൽ. ജെറുസലേം, ടെല്ലവീവ്, അഷ്കലോൺ, അഷ്തോദ്, യാഫ, ഹൈഫ 6 ഡിസ്ട്രിക്റ്റ്, 1 കോടി പേർ. ആ ഇത്രയും പേരെന്നിടയ്ക്ക് ആര് വരും? റഷ്യ വരും. വായിക്കാം എസെക്കേൽ പ്രവചനം 38:15-16. ബൈബിളുള്ളവർ നോട്ട് ചെയ്തോ? ഇത് നോട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ പ്രസംഗം വരുമ്പോൾ നിങ്ങളും പഠിച്ച് പ്രസംഗിക്കാം. എസെക്കേൽ 38:15-16. നീയും നിന്നോട് കൂടെ, റഷ്യേ നീയും നിന്നോട് കൂടെ, പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹം 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയുടെ കൂടെ. അടുത്ത വാക്ക് മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ സൈബീരിയയിൽ നിന്ന് സിറിയ വഴി ഗോലാനിൽ ഇറങ്ങും. ഇതാ റൂട്ട്. ബാക്കി പ്രസംഗിക്കാൻ സമയമില്ല. അടുത്തത് വായിക്കാം. ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. കരമുയർത്തിയാട്ട് മക്കളെ, റഷ്യ എന്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. മേഘം കാർമേഘവും മിന്നലുള്ള മേഘമല്ല. മേഘത്തിന്റെ പേരാ യുദ്ധവിമാനം. ആലിക്കോടുകാർ കേൾക്കണം. തിരുവനന്തപുരത്ത് ശംഖുമുഖ തേർഷമുണ്ട്. ഇപ്പം കോഡ് കഴിഞ്ഞ് സ്റ്റാർട്ടായി. അവിടെ ചെല്ലണം നാവികസേനയുടെ വ്യോമസേനയുടെ വിമാനം. അത് നീല മഞ്ഞയൊന്നുമല്ല, ചാര കളർ എന്ന വിമാനം കണ്ടുപിടിച്ച് കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യും. PSC 1903 അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാരെ വിമാനം കണ്ടുപിടിച്ച ഇർബിയിലും ഓർബിയിലും. അറ്റ്ലസ് ഒരു സൈക്കിൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഹെർക്കുലിസ് ഒരു ടയർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനം. കരമുയർത്തുന്നവർക്കായി നീ എൻ്റെ ജനമായ ഇസ്രയേലിന് നേരെ മേഘം പോലെ കയറി വരും. യവൻ നിലവിളിക്കും. അടുത്ത വാക്ക് അതാ അന്തിമ യുദ്ധം. വായിച്ചാട്ട് മോളെ. റഷ്യേ അന്ത്യകാലത്ത് ജാതികൾ കാണുകെ ദാ കിടക്കുന്നു. കാലം തീരാറായി, കാന്തൻ വരാറായി. അടുത്ത ദിവസം പത്രവാർത്തകൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇതൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നത്. ബാക്കിയൊക്കെ റഷ്യയുടെ പ്രസിഡന്റ് പറയുന്ന ഈ പ്രസംഗത്തിന്റെ ബാക്കി നിങ്ങൾ കേട്ടോണം. അന്ത്യകാലത്ത് ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ യഹൂദന്റെ ഒരു നിലവിളി ഉയരാൻ പോകുന്നു. അതാ അന്തിമ യുദ്ധം. അടുത്ത വാക്ക് അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന് നേരെ വരുത്തു. അടുത്ത വാക്ക് യഹോവയായ കർത്താവ് സ്വർഗ്ഗമാരെന്ന്. ഇന്ന് രാത്രി മോള് 2 വാക്യം കൂടെ കഴിയുമ്പോൾ തീരും. ശക്രിയ പ്രവചനം 12:9-10 എടുത്താട്ടെ. ഇന്ന് രാത്രി ഇന്ത്യയിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഒരു വിമാനം എത്തണേ 6.5 മണിക്കൂർ വേണം. അമേരിക്കയിൽ നിന്ന് 9 മണിക്കൂർ, ബോംബെയിൽ നിന്ന് 5.5 മണിക്കൂർ. ഇസ്രയേലിനോട് ചേർന്ന് എത്ര രാജ്യം കിടക്കുന്നു? ജോർദാൻ കിടക്കുന്നു, സിറിയ കിടക്കുന്നു, ലെബനോൻ കിടക്കുന്നു. ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, ഇപ്പുറത്ത് സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്. ഇവരെല്ലാം കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ പോക്കറ്റടിക്കാരനെ കിട്ടിയ ഇടയ്ക്കൂടെ എല്ലാവനും കൈവെക്കും. മിണ്ടുന്നില്ലല്ലോ മാമേ. സ്വോത്രം എല്ലാവരോടും ഇസ്രയേലിന് പാണ്ടിലോറിയുടെ കീഴിൽ തവള കയറിയതുപോലായി പോകും. ഇന്ത്യക്കാരൻ എത്തുന്നതിന് 6 മണിക്കൂർ. അമേരിക്കക്കാരൻ തിരിഞ്ഞു നോക്കത്തില്ല. ആകെ 1 കോടി പേര്. റഷ്യയുടെ എത്ര വിമാനമുണ്ട്? 4000 ഫൈറ്റർ, 2000 കപ്പൽ. ചൈനയുടെ 3000 യുദ്ധവിമാനമുണ്ട്. അറബ് രാജ്യങ്ങളിൽ ഇതെല്ലാം കൂടെ മേഘം പോലെ ഇസ്രയേലിൻ്റെ നേരെ കയറും. യവൻ്റെ അയൺ ഡോമും വർക്ക് ചെയ്യത്തില്ല, ലേസർ ബീമും നടക്കത്തില്ല, യവൻ്റെ പ്ലെയിനും പൊങ്ങാതിരിക്കും. അന്ന് യഹൂദന്റെ പാളയത്തിനകത്തൊരു നിലവിളി ഉയരും. അതാ 3-ാം ലോക മഹായുദ്ധം. കേട്ടോണം ബൈബിൾ. സക്കരിയ പ്രവചനം 12:9-10. ഒരു സംഭവം നടക്കും. അതോടുകൂടി ഈ പ്രസംഗം അവസാനിക്കും. സക്കരിയ പ്രവചനം 12:9-10 വായിച്ചാട്ട് മോളെ. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ. എത്ര ക്ലിയർ! ഇതാ നിങ്ങൾ ബൈബിൾ ക്ലാസ് ഇരിക്കുന്ന പോലെ എഴുതിയെടുക്കണം. അന്നാളിൽ യെരൂശലേം, ഞാൻ അതാ കാണിച്ച്, യെരൂശലേമിന് നേരെ ജാതികൾ വരും. വായിച്ചാട്ട് മോളെ. വരുന്ന സകല ജാതികളെയും നശിപ്പിക്കുവാൻ നോക്കും അന്നാളിൽ. അടുത്ത വാക്ക് ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും. ദാവീദിന്റെ കൊച്ചുമക്കൾ കരയാൻ തുടങ്ങും. ഇന്ന് ആര് പറഞ്ഞാലും കേൾക്കാത്ത യഹൂദൻ നിലവിളിക്കുമെന്ന്. സ്വോത്രം, അവർ കരയാൻ തുടങ്ങും. അടുത്ത വാക്ക് യെരൂശലേം നിവാസികളുടെ മേലും. ഇന്ന് ലോകത്തിലെ വലിയ പട്ടണമായ ദാവീദിന്റെ പട്ടണം യെരൂശലേം നിലവിളിക്കും. യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അപ്പോൾ അവർ വായിച്ചാട്ടെ, ഇതാ പ്രസംഗം. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് കരമുയർത്തിയാട്ടെ. അവർ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക്
ഇതാ കാൽവറിയിലെ ക്രൂശീകരണം. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. കാൽവറിയുടെ കൊലക്കളത്തിൽ ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി. കാൽവറിയുടെ കൊലക്കളത്തിൽ ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? യഹൂദൻ നിലവിളിച്ച എന്താ മാമേ? അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. കേട്ടോ എന്തോ എന്നറിയാമോ? ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവണ്ണ, എൻ്റെ മുഖത്തെ രോമങ്ങളെല്ലാം പിച്ചു ചീന്തി. സ്വോത്ര, എൻ്റെ അസ്ഥികളൊക്കെയും തൂകിപ്പോകുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കൊള്ളണമേ. സകലത് നിവർത്തിയായി. ഒരു സൈന്യാധിപൻ ഒരു കുന്തമെടുത്ത് പടയാളിയുടെ കയ്യിൽ കൊടുത്തു. അവൻ ഓടി വന്നു, എൻ്റെ നാഥൻ്റെ ചങ്കിനകത്ത് അവൻ കുത്തിയിറക്കി. 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ കുത്തിയവങ്കലേക്ക് അവർ നോക്കുന്ന കാലം കരമുയർത്തുന്നവർക്കായി. ഓ, ഇതാ അന്തിമ ദിനം. ഇന്ന് രാത്രി യഹൂദൻ സ്വന്തം ജനത്തെ മറക്കുകയില്ല. എബ്രായരിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഒരു നാൾ കൈവിടുകയില്ല. ഇത്രയും രാജ്യങ്ങൾ വരുമ്പോൾ, യഹൂദൻ്റെ നിലവിളി ഉയരുമ്പോൾ അവൻ്റെ കാലൊലിമലയിൽ. ഇന്ന് രാത്രി എൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം, നിലവിളിയുടെ മുൻപിൽ ദൈവകരം ഇറങ്ങി വരുമോ? പഴയ നിയമത്തിൽ ഒരു വിമോചകനുണ്ട്, എല്ലാവരും കേൾക്കണം. അവൻ്റെ പേരാ മോശ. മോശ ജനിക്കുന്നതിന് മുമ്പ് മോശയ്ക്കെതിരെ പദ്ധതി, എബ്രായ കുടിലെ ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയണം. സ്വോത്രം. മോശയുടെ അമ്മയും പെങ്ങൾ കുറേ ദിവസം ഈ മോശയെ പിടിച്ചു വെച്ചു. 3 മാസം കഴിയും. കുഞ്ഞിൻ്റെ ലാളാ പുറത്ത് കേക്ക്. അപ്പോൾ അമ്മയും പെങ്ങളോട് ഒരു പദ്ധതി ചെയ്തു. എല്ലാവരും ഇത് കേൾക്കണം. അമ്മയും പെങ്ങളോട് ഒരു പദ്ധതി ചെയ്തു, ഞാങ്ങണ പെട്ടിക്കകത്ത് അവനെ എവിടെങ്കിലും ഒഴുക്കി വിടാം. ഒരു സുപ്രഭാതത്തിൽ കുഞ്ഞിന് പാലുമൊക്കെ കൊടുത്തിട്ട് എവിടെ കൊണ്ടുവന്നോ? നൈൽ നദിയിൽ കൊണ്ടുവന്നു. ഞാങ്ങണ പെട്ടിക്കകത്ത് കൊച്ചിനെ എന്തോ ഇത് കയറ്റിവിട്ടു. മോശ കുഞ്ഞ് ഉറങ്ങുക. അമ്മയും പെങ്ങളൂടെ തട്ടി അങ്ങ് ഒഴുക്കി വിട്ടു. അവർ പിന്നിൽ നിന്ന് കരയുക. ഈ കടലിനകത്ത് തിരമാല ചലിക്കാൻ തുടങ്ങിയപ്പോൾ മോശ ഞെട്ടി ഉണർന്നു. പെട്ടകത്തിനകത്ത് അവൻ്റെ കണ്ണീര് സ്വർഗം കണ്ടു. കണ്ടപ്പോൾ എവിടെ ഇറങ്ങി ദൈവകരം? ഇന്ന് രാത്രി ആലിക്കോടുകാർ ശ്രദ്ധിക്കണം. പറവോൻ്റെ കൊട്ടാരത്തിലിരുന്ന പുത്രിയോട് വാട്സപ്പല്ല, ദൈവം പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു, കരമുയർത്തുന്നവർക്കായി. ഇന്ന് രാത്രി ഇതാ ബൈബിളിൻ്റെ തനിമ. വാഗ്ദത്തമുള്ളവൻ നൈൽ നദിക്ക് കരയാൻ തുടങ്ങിയാൽ അന്തപുരത്തിനകത്തിരിക്കുന്ന രാജാവിൻ്റെ മകൾ കുളിക്കടവിനകത്ത് കൊണ്ടുവരുവാ. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു നൈൽ നദിക്ക് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു പെട്ടകത്തിന് കഴിയത്തില്ല. പിന്നത്തതിൽ ഒരു ചുള്ളി വടിയെടുത്ത് ചെങ്കടലിനെ വിഭജിക്കേണ്ടവൻ നൈൽ നദിക്കകത്ത് മുങ്ങിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സഹോദരി, നാട്ടുകാരെ കേട്ടാട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ ഇവിടെ പാരിയോട്ട് കുളത്തിൽ കുളിക്കാൻ വരുമോ? ഉമ്മൻചാണ്ടി സാറിൻ്റെ മക്കൾ നെയ്യാറ്റിൻകര തോട്ടിനകത്ത് കുളിക്കാൻ വരുമോ? പ്രായമൂട്ടിനകത്ത് മൻമോഹൻ സിംഗിൻ്റെ മകൾ ആറ്റിനകത്ത് കുളിക്കാൻ വരുമോ? പക്ഷേ വാഗ്ദത്തമുള്ളവൻ്റെ നിലവിളി ഉയർന്നാൽ കരമുയർത്തുന്നവർക്കായി അന്തപുരത്തിനകത്തിരുന്ന രാജാവിൻ്റെ മകള് മോശയുടെ പെട്ടകത്തെ ചുമക്കുവാൻ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി, ഇന്ന് രാത്രി കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇവിടെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി, അത് കഴിഞ്ഞ് കാരക്കോണം, അവിടെ എല്ലാം ലാഭമുണ്ട്. അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, കണ്ണ്, മൂക്ക്, ത്വക്ക്, തൊലി, അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ നഖവും ടെസ്റ്റ് ചെയ്യും, തലമുടിയും ടെസ്റ്റ് ചെയ്യും. ഇന്ന് രാത്രി അച്ചായ അമ്മാമ്മയെ സജു ചാത്തൻ്റെ ഒരു പ്രസംഗം അവസാനിപ്പിക്കാം. കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബുണ്ടോ? ഇന്ന് രാത്രി പ്രസംഗം അവസാനിപ്പിക്കുക. DDRC ഇല്ല, മെട്രോയും ഇല്ല. അങ്ങനെ ഒരു ലാബ് ഇന്ന് ആലിക്കോട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ആ ലാബ് ആഴ്ചയിൽ 7 ദിവസവും വർക്ക് ചെയ്യുന്നു. കരമുയരുന്നില്ല. 24 മണിക്കൂർ ആ ലാബ്, 365 ദിവസം ആ ലാബ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അതിൻ്റെ പേര് ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ. കരമുയർത്തുന്നവർക്കായി തുണയരുളും വൻകീരി എൻ സഹായം എവിടെ? ആകാശവും ഭൂമി സൃഷ്ടിച്ച ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ. ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അവിടെ ലോക്ക്ഡൗണും ക്വാറന്റൈനും ഇല്ല. തൻ്റെ മക്കളുടെ കണ്ണുനീരിന് വേണ്ടി ഇറങ്ങി വരുന്ന സ്വർഗത്തിലെ കരം ഇന്ന് രാത്രി നൈൽ നദിക്കകത്തല്ല, നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത്, ഇന്ന് രാത്രി നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്ത് തകർക്കാൻ ദൂട്ടപ്പിശാചി നൈൽ നദി ഒരുങ്ങുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് പെട്ടകത്തെ ഉയർത്തുക. പറവോന്റെ പുത്രിയെ സ്വർഗത്തിൻ്റെ കരം കുളിക്കടവിൽ അയച്ചെങ്കിൽ ഈ കൺവെൻഷൻ്റെ അവസാന രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല. വാഗ്ദത്തമുള്ളവൻ മുങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പിന്നത്തതിൽ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കുവാൻ ഒരു വാഗ്ദത്തം മോശയുടെ പിൻപിലുണ്ടെങ്കിൽ മോശയെ നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല.
മോശയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന കരം ആർക്ക് വേണ്ടി ഇറങ്ങി വരും? ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഇറങ്ങി വരും. അവസാന വാക്കിലേക്ക് ഞാൻ കടക്കുക. ഇതെങ്കിലും നോട്ട് ചെയ്യണം. അന്നൊരു സംഭവം നടക്കാൻ പോകുന്നു. അന്ന് അവൻ്റെ കാൽ ഒലിവുമലയിൽ. വായിക്കാൻ മോളെ സക്കറിയ പ്രവചനം 14:4-5 അവസാന മിനിറ്റുകൾ. സക്കറിയ 14:4-5 കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. അടുത്ത വാക്ക്, ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ആ കരം ഉയർത്തിയാട്ടെ. അതുകൊണ്ട് ആ കൺവെൻഷൻ സ്റ്റേജിൽ കുഞ്ഞുങ്ങൾ പാടുന്നു, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ വരാറായി, ജാതി ജാതിയോട് എതിർക്കുന്നു, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, ക്ഷാമം ഭൂകമ്പം. എന്താ ഒലിവുമലയുടെ പ്രത്യേകത? എല്ലാവരും ഒരു 2-3 മിനിറ്റ് കൂടി ഇത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചിന്ത വിട്ടാൽ ഈ പ്രസംഗം കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഒലിവുമലയിൽ, അടുത്ത വാക്ക് കുഞ്ഞ് ഞാൻ പറയുമ്പോൾ വായിക്കണം, ഒലിവുമലയിൽ ഒരു റിസോർട്ടുണ്ട്. അതിൻ്റെ പേര് 7 ആർച്ച് റിസോർട്ട്. അതിനുശേഷം 2009 എല്ലാവരും കേൾക്കണം, 2 ഹോട്ടൽ കമ്പനിയുണ്ട്, ഹിൽട്ടൺ ആൻഡ് ഷെറാട്ടൺ. അവർ വന്നിട്ട് ഒരു റിസോർട്ട് പണിയാൻ നോക്കി. നമ്മുടെ ആലിക്കോട് വീട് പണിയാൻ ആശാരിയും അത് കഴിഞ്ഞിട്ട് JCB മതി. പക്ഷേ തിരുവനന്തപുരം പട്ടണത്തിൽ നെയ്യാറ്റിൻകരയിൽ ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ പൈലിങ് ചെയ്യണം. അവർ പൈൽ ചെയ്തു. പൈൽ ചെയ്തപ്പോൾ ഒരു കാര്യം കണ്ടു, ഒലിവുമലയുടെ അടിവാരം പിളർന്നിരിക്കുന്നു. അവർ പേടിച്ചു പോയി. ഉടനെ നമ്മുടെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ വായ്ക്കകത്ത് സഹോദരങ്ങളെ എൻഡോസ്കോപ്പി ഇടുന്നു ഡോക്ടർമാർ അകം കാണാൻ. അവരൊരു ട്യൂബ് ഇട്ട് കാൽക്കറോ കണ്ടത് ഒലിവുമലയുടെ താഴ് ഭയങ്കര മുരളുന്ന സൗണ്ട്. അവർ ഷിൽട്ടനോട് ഖെറാട്ടിനോട് പൈസ പേടിച്ച് സ്ഥലം വിട്ടോളാം, ഇത് പിളരാൻ പോവാന്ന്. സ്വത്രം എൻ്റെ പൊന്നു മക്കളെ, ഇന്ന് രാത്രി ആലിക്കോടിന് ഒലിവുമലയുടെ അടിവാരത്ത് മൂളൽ തുടങ്ങി. പെന്തിക്കോസുകാർ ഇതുവരെ ഹല്ലേലൂയ തുടങ്ങിയില്ല. കര ഉയരുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. ഒലിവുമലയുടെ അടി യേശുവിനെ വരവേൽക്കുവാൻ, അവൻ്റെ കാൽ ചവിട്ടുമ്പോൾ പിളരുവാൻ മുരൾച്ച തുടങ്ങിയെങ്കിൽ ഇവിടെ നമ്മൾ ഒരുങ്ങിയിട്ടില്ല. അന്നൊരു വലിയ ഭൂകമ്പം ഉണ്ടാവും. ഇന്ന് രാത്രി അതിനു മുമ്പ് ദൈവസഭ വായിച്ചാട്ട് മോളെ, അന്നാളിൽ അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടു, ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2 പിളരും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. അതിന് ഇംഗ്ലീഷ് വേർഡ്, ഇനി സമയമില്ല, അത് പോയാൽ 11 മണി. റിഫ്റ്റ് വാലി, വലിയൊരു താഴ്വര, 6000 കിലോമീറ്റർ. എല്ലാവരും നോട്ട് ചെയ്തു. അജി ബ്രദർ ആ വീഡിയോ ഇടുമ്പോൾ കാണിക്കും. 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം വരുവാൻ പോകുന്ന 6000 കിലോമീറ്റർ. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പറഞ്ഞു തരാം. 6000 കിലോമീറ്റർ. ഇറാഖ് മുതൽ സൗത്ത് ആഫ്രിക്ക വരെ ഭൂമി വിണ്ട് കീറാൻ പോകുന്നു ഈ ഭൂകമ്പം. മോള് വായിച്ചാട്ടെ. അടുത്തത് വായിച്ചാട്ടെ. മലയുടെ ഒരു പാതി വടക്കോട്ടും ഇറാഖ്, അടുത്തത് മറ്റേ പാതി തെക്കോട്ടും സൗത്ത് ആഫ്രിക്ക. അതിന്റെ പേരാ മൊസാംബിക്. ഇപ്പൊ മോള് വായിക്കും. അടുത്ത വാക്ക് വാങ്ങിപ്പോ. മലയുടെ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത്. അതാ സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക്. ഈ എവിടെ? ഇറാഖ് മുതൽ 6000 കിലോമീറ്റർ ഭൂമി വിണ്ട് കീറും. അങ്ങനൊരു ഭൂകമ്പം അവന്റെ കാൽ വെക്കുമ്പോൾ ഇവിടെ നടക്കും. അന്നാളിൽ കാട്ടിലെ മൃഗം, കടലിലെ മത്സ്യം, ഭൂമിയിലെ ഉന്നതന്മാർ, കടുന്തൂക്കുകളൊക്കെ വീഴുന്നൊരു കാലം. അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടി. ഒലിവുമല 2 പിളർന്ന് 6000 കിലോമീറ്റർ ഭൂമി പിളരുന്ന ഒരു ശബ്ദം ഉലകം കേൾക്കാറായി. ആ ശബ്ദം അവിടെ കേൾക്കുന്നതിന് മുമ്പ് ആലിക്കോടും പാലിയോടും മണ്ണടിക്കോണോ ഒരു ശബ്ദം കേൾക്കും. കരമുയർത്തിയാട്ടെ. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. ആലിക്കോട്ട കരമൊന്ന് ഉയർത്തിയാട്ടെ. ഈ വാക്യം ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. കരമുയർത്തുന്നവർക്കായി അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ സന്ധിയിൽ അനേക വാസസ്ഥലം. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ആ വീട്ടിൽ പോകണമെങ്കിൽ ഒരു ടിക്കറ്റ് വേണമല്ലോ. സ്വത്രം. ബോംബെ പോണേ ഒരു ടിക്കറ്റ് വേണം. ഇന്ന് രാത്രി ഞാൻ നെയ്യാറ്റിൻകര തിരുവനന്തപുരം പോയ ടിക്കറ്റ് വേണം. അല്ലെ തിരുവനന്തപുരത്ത് നിന്ന് ചാത്തന്നൂരേക്ക് വേണം. ദുബായിൽ പോകാൻ ഒരു ടിക്കറ്റ് വേണം. കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ ഒരു ടിക്കറ്റ് ആവശ്യമാണ്. കരമുയരുന്നില്ലല്ലോ. സ്വത്രം. ഏതാ ടിക്കറ്റ്? ഇന്ന് രാത്രി നിർത്താൻ പോവുക. ഇവിടുന്ന് 2 ചെറുപ്പക്കാരെ
തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഒരു പയ്യൻ്റെ പേര് ജോമോൻ, മറ്റവൻ്റെ പേര് ജോസ്. ജോമോൻ പോയി 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത്. ജോസിന് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിൽ പോകണം. 9 മണിയായപ്പോൾ അവിടെ ചെന്ന് സഹോദരിയുടെ അടുത്ത് വെച്ച് എനിക്ക് തൃശ്ശൂർ വരെ സ്ലിപ്പർ കിട്ടും. സഹോദരി പറഞ്ഞാൽ അത് ഓൺലൈനിലാണ്, പൂരിപ്പിച്ചെന്നാൽ തത്കാലം നോക്കാം. സഹോദരി ഈ ജോസിൻ്റെ ഇന്ന് ഫോറം പൂരിപ്പിച്ച് 200 രൂപ മേടിച്ചിട്ട് പറഞ്ഞ് തത്കാലി സ്ലിപ്പറുണ്ട്, SLR 4 സീറ്റ് നമ്പർ 22, 9:30 വണ്ടി വരും, മുംബൈ കന്യാകുമാരി ജയന്തി ജനത. ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുക. SLR 4 സീറ്റ് നമ്പർ 22. ജോസിൻ്റെ മൊബൈലിൽ മെസ്സേജും വന്നു. 10 മണിയായപ്പോൾ 9:30 ആയപ്പോൾ 9:25 ഒരു അനൗൺസ്മെൻറ്റ്. യാത്രിയോങ്കോ ശ്രദ്ധ ധ്യാൻ കേലിയ കന്യാകുമാരി से എറണാകുളം കോക്കർ മുംബൈ തക്ക് ജാനെ വാല ജയന്തി ജനത 2 നമ്പർ പ്ലാറ്റ്ഫോം में आएगा. 2 പേർക്ക് സന്തോഷമായി. വണ്ടി ഒന്നുകൂടെ അവർ അനൗൺസ്മെൻറ്റ് മലയാളത്തിൽ. കന്യാകുമാരിയിൽ നിന്ന് എറണാകുളം വഴി ബോംബെയിലേക്ക് പോകുന്ന ജയന്തി ജനത 2 നമ്പർ പ്ലാറ്റ്ഫോമിൽ ചില നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. 2 പേരും കട്ടം കുടിച്ചുകൊണ്ടിരുന്ന് ട്രെയിൻ പടപടാ വന്നു. 4 നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ കോച്ചിൻ്റെ അവിടത്തേക്ക് 2 പേരും പോയി. TTR അവിടെ നിൽക്കുന്നു. ജോമോൻ അങ്ങോട്ട് കയറാൻ ചോദിച്ചപ്പോൾ TTR പറഞ്ഞ് ടിക്കറ്റ് ഒന്ന് കാണിച്ചാട്ടെ. അപ്പോൾ ടിക്കറ്റ് നോക്കി, പ്ലാറ്റ്ഫോം ടിക്കറ്റ്. അയാൾ പറഞ്ഞ് ഹിന്ദിക്കാരൻ ബേട്ട ചായ് പി കെ ഇതർ ബൈട്ടോ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ട്രെയിനിൽ കയറാൻ പറ്റിയായിരുന്നു. സ്വോത്രം. ഉടനെ ജോസിൻ്റെ അടുത്ത് രണ്ടാമത് വന്നു. ജോസ് ടിക്കറ്റ് കാണിച്ചു. കോച്ച് 4 സീറ്റ് നമ്പർ 22. അപ്പോൾ ജോസിനോട് പറഞ്ഞ് ആപ്കാ സീറ്റ് ഉതറേ ജാവോ. ഇന്ന് രാത്രി ആലിക്കോട് 9 കൺവെൻഷൻ കേട്ടിട്ടും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ നീ വഴിയരികിൽ നിന്ന് പോകും, കരമുയർത്തുന്നവർക്കായി. എന്നാൽ ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് ഏറ്റെടുത്തവന് ഒരുറപ്പുണ്ട്, എൻ്റെ ട്രെയിൻ വരാറായി. ചൂളമടി തുടങ്ങി. ഇന്ന് രാത്രി ആലിക്കോട് ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട് അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞു. അവസാനിപ്പിക്കാൻ പോവുക. ഇന്നലെ രാത്രി ഞാൻ ടൈറ്റാനിക് പറഞ്ഞു. ബാക്കി മറ്റൊരിക്കലും ഇവിടെ എവിടെയെങ്കിലും വരുമ്പോൾ ഇതുകൊണ്ടൊന്നും പ്രസംഗം അവസാനിക്കുന്നില്ല. ടൈറ്റാനിക്കിൻ്റെ പ്രത്യേകത. ഇന്നലെ ഒരു രാത്രി ഒരു കാര്യം പറഞ്ഞു, എല്ലാവരും ഇത് കേൾക്കണം. കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ ഒരു വാർത്ത. ടൈറ്റാനിക് കപ്പലിനെ തേടി ആര് പോയി? 4-5 ധനവാന്മാർ, കാനഡക്കാരൻ, ഓസ്ട്രേലിയക്കാരൻ, ദുബായ്ക്കാരൻ. അവരൊരു പേടകത്തിൽ പോയി. ഓഷ്യൻ ടൈറ്റാനിക്. ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം കേൾക്കണം. അവർ അറ്റ്ലാന്റിക്കിൽ ഇറങ്ങി. പൊട്ടിയ ഇരുമ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ മർദ്ദം കൊണ്ട് ആ പേടകം തകർന്നു പോയി. എല്ലാവരും പ്രാർത്ഥിച്ചു. 4-5 പേർ ഓഷ്യൻ ടൈറ്റാനിക്കിൽ ധനവാന്മാർ അറ്റ്ലാന്റിക്കിൽ മരിച്ചു വീണു. ആ ധനവാന്മാർ, ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടു കൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. കേട്ടവർക്കായി ഇപ്പുറത്തൊരു കഥയുണ്ട്. അത് സഹോദരിമാർ കേൾക്കണം, ചെറുപ്പക്കാർ കേൾക്കണം, നിങ്ങളുടെ ചർച്ചയിൽ പറയണം. കൊളംബിയൻ കാട്, ആമസോൺ ഫോറസ്റ്റ്. ഒരമ്മ 4 കുഞ്ഞുങ്ങൾ, 14കാരി, 11കാരി, 9കാരി, 9 മാസമുള്ള ഒരു ആൺകൊച്ച്, 5 പേർ ഒരു വിമാനം പറപ്പിക്കുന്ന ഒരു പൈലറ്റ്. അപ്പനെ തേടി പോയതാ. രാത്രി വിമാനം തകർന്നു. എന്താ? തെറിച്ചു വീണു. 4 കുഞ്ഞുങ്ങൾ 4 വഴി. അമ്മ മരിച്ചു, പൈലറ്റ് മരിച്ചു. രക്ഷിക്കാൻ ഒരു ആദിവാസി മൂപ്പൻ വന്നു, അദ്ദേഹവും തീ പിടിച്ച് മരിച്ചു. 3 ഡെഡ് ബോഡിയിൽ 4 കുഞ്ഞുങ്ങൾ ഇട്ട ഡ്രസ്സുമായിട്ട് എഴുന്നേറ്റു. 14കാരി, 11കാരി, 9കാരി. 9 മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞ്. എത്ര ദിവസം നടന്നെന്നറിയാമോ? 40 ദിവസം വനത്തിൽ കൂടി നടന്നു. എല്ലാ പത്രത്തിലും ആ വാർത്ത വന്നു. മനോരമ വായിച്ചവർ സ്വോത്രം. അത് മാത്രമേ നിങ്ങൾ കണ്ടോളൂ, ബാക്കി കേൾക്കണം. 40-ാം ദിവസം വനത്തിൽ കൂടി നടക്കുമ്പോൾ പട്ടാളക്കാർ ഈ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ട് ഓടി വന്നു. പട്ടാളക്കാർ പിടിച്ചു. ആംബുലൻസ് എവിടെ കൊണ്ട്? മിലിറ്ററി ആശുപത്രി. 14 മോള്, 11 മോള്, 9 മോൾ, 9 മാസമുള്ള ആൺകൊച്ച്. അവരെ 4 പേർക്കും ട്രിപ്പ് കൊടുത്തു. ആരും കയറിയില്ല. BBC-യുടെ ഒരു ലേഖിക പട്ടാളക്കാരോട് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ എനിക്കൊന്ന് കാണണം. അവരകത്ത് കയറി. മൂത്ത മോളോട് ചോദിച്ചു, ഇംഗ്ലീഷിൽ തന്നെ ചോദിച്ചു, ലാസ്റ്റ് 14 ഡേയ്സ് ഹൂ ഈസ് റൂട്ടഡ് അറ്റ് ആമസോൺ ഫോറസ്റ്റ്? കഴിഞ്ഞ 40 ദിവസം നിങ്ങളെ ആരാ വഴി നടത്തിയത്? സൈമൾട്ടേനിയസ് സ്നേക്ക് ആൻഡ് ഈവനിങ് റെയിൻ. ഭയങ്കര പാമ്പും വൈകിട്ട് മഴയ. നിങ്ങളെ ആരാ നടത്തിയത്? ആ കുഞ്ഞ് കരമുയർത്തി പറഞ്ഞു, ഐ ഡോണ്ട് നോ മാം, ആൻ അൺസീൻ പവർ, ഒരദൃശ്യ ശക്തി ഞങ്ങളെ 40 ദിവസം കരം പിടിച്ച് നടത്തി. ഇന്ന് രാത്രി കരമുയർത്തണം അമ്മാമേ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം, വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കുന്ന ദൈവം. ടൈറ്റാനിക്കിനെ തേടി കടലിനകത്ത് പോയ ധനവാന്മാർ ഉപ്പുവെള്ളത്തിൽ അലിഞ്ഞപ്പോൾ അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ സ്വർഗത്തിൻ്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറ, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും ഞങ്ങൾ താഴ്വരയിൽ കുഴികളെ വെട്ടിയാൽ എത്ര പേർക്ക് ആ ദൂത് ഏറ്റെടുക്കുവാൻ കഴിയും? ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, മുട്ടുവേ, നിങ്ങൾക്ക് വീണ്ടും തുറക്കം ലഭിക്കും. എൻ്റെ കാന്തൻ വരാറായി. ഇതാ
ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. നാളെ യോഗമില്ല. പ്രിയ സഹോദര, പ്രിയ പിതാവേ, ഇന്ന് രാത്രി ജീവിതം ഒരിക്കലേ ഉള്ളൂ. SSLC തോറ്റാൽ ഒരിക്കൽ കൂടെ എഴുതാം. +2 തോറ്റാൽ സേ എഴുതാം. ഡിഗ്രി തോറ്റാൽ ഒരു സബ്ജക്റ്റ് എഴുതാം. എന്നാൽ ജീവിതത്തിൻ്റെ മറവിൽ ഒരിക്കൽ നീ വീണു പോയാൽ നിന്നെ കാത്തിരിക്കുന്നത് മരണമാണ്. മരണം പിടിക്കുന്നതിന് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. രക്ഷയുടെ ടിക്കറ്റുള്ളവനെ ചേർക്കാൻ യേശു വരാറ്. രാത്രി അവസാനിപ്പിക്കാം. പാറയുടെ വിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. ലേവ്യരുടെ യാഗം 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. ഈ 2 പ്രാവുകളുടെ കാല് കൂട്ടിക്കെട്ടിയിരിക്കും അമ്മച്ചി. ഒരു മേധസ്സുള്ള പ്രാവിൻ്റെ തല പുരോഹിതൻ അറക്കും. അറുത്തിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ? ആ പ്രാവിൻ്റെ രക്തം യാഗപീഠത്തിൽ ഞെക്കി ഒഴിക്കും. മറ്റേ പ്രാവ് മിണ്ടത്തില്ല, രക്തം തെറിച്ചിരിക്കാം. തലയറുത്ത ഉടൽ ഇതിൻ്റെ കാലിനകത്ത് കിടക്കുക. എങ്ങും ഓടാൻ പറ്റത്തില്ല. യാഗത്തളി കഴിയും. പുരോഹിതൻ യാഗപീഠം വൃത്തിയാക്കും. കത്തി കഴുകി മാർപ്പതക്കത്തിലിടുമ്പോൾ പുറകിലേക്ക് നോക്കും. എൻ്റെ യാഗം കഴിഞ്ഞു, രക്തം തെറിച്ചൊരു പ്രാവുതായിരിക്കുന്നു, ഇനി അതിൻ്റെ ആവശ്യമില്ല, അതിനെ അങ്ങ് അറുത്തു വിട്ടേക്കാം. മറ്റേ പ്രാവിൻ്റെ കാലിനോട് ചേർന്ന് ഉടലിൻ്റെ ഭാഗത്തൊരു കെട്ടുണ്ട്. ലേവ്യരുടെ പുരോഹിതൻ ആ കെട്ടറക്കും. കെട്ടറത്ത പ്രാവ് പിന്നെ പട്ടണത്തിൽ ഇരിക്കത്തില്ല. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും കരമുയർത്തുന്നവർക്കായി ആലിക്കോട് കർത്താവിന് വേണ്ടി ഇറങ്ങിയ അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, കൂടപ്പിറപ്പേ, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുവാൻ ഈ തലമുറയിൽ കർത്താവ് മധ്യാകാശത്തിൽ വരാറായി. എല്ലാവർക്കും എഴുന്നേൽക്കാം. നിത്യതയുടെ വീട്ടിലേക്ക് നാം യാത്രയായി. യേശു മഹോന്നതനെ വേഗം കാണുവാൻ, പ്രേമ കാന്തനെ കാണുവാൻ പൊന്മണിമാലയുമായി എൻ്റെ കാന്തൻ തൻ്റെ സഭയെ ചേർക്കുവാൻ വരുന്നു. എല്ലാ കരങ്ങളും അടിച്ച് നാളെ യോഗമില്ല. നല്ല അന്തരീക്ഷം കർത്താവ് തന്നു. ഇന്ന് രാത്രി ശക്തിയോടൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. എല്ലാ ക്യാൻസറുകൾ, എല്ലാ ട്യൂമറുകൾ, എല്ലാ ആർത്രൈറ്റിസുകൾ, എല്ലാ തൈറോയ്ഡ് രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇത് വിടുതലിൻ്റെ രാത്രി, ഇത് സൗഖ്യത്തിൻ്റെ രാത്രി, ഇത് കെട്ടുകൾ പൊട്ടുന്ന രാത്രി. എല്ലാ കരങ്ങളും അടിച്ച് യേശു വരാറായി. എല്ലാ കരങ്ങളും ശക്തിയോടെ സുന്ദരരൂപനെ, സുന്ദരരൂപനെ അവൻ വരാറായി. ശക്തിയോടെ സുന്ദരരൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറീടിക്കൊണ്ടു മരിച്ചവരന്ന് മശിഹായോടു വാഴുമനാട്ടിൽ. പ്രത്യാശയോടെ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറീടിക്കൊണ്ടു മരിച്ചവരന്ന് മശിഹായോടു വാഴുമനാട്ടിൽ. യേശു മഹോന്നതനെ, മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം. ശക്തിയോടെ മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം. കണ്ണുനീരാകെ ഒഴുകിടുമേ. 1000 ആണ്ടു വസിക്കും അവരുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ കണ്ണുനീരാകെ ഒഴുകിടുമേ. 1000 ആണ്ടു വസിക്കും അവരുടെ നാട്ടിൽ. ആ വീട്ടിൽ പോകാറായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ, യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം.
പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടും അവിടെ. സന്തോഷത്തോടെ പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടും അവിടെ. ജീവജലനദി, ജീവജലനദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനം. എല്ലാ കരങ്ങളും പഠിച്ച്, എല്ലാ കരങ്ങളും പഠിച്ച്. ജീവജലനദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനമേ. യേശു മഹോന്നതനെ എല്ലാ കരങ്ങളും പഠിച്ച് കർത്താവിനെ ആരാധിച്ചു. മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. കരങ്ങൾ പഠിച്ചാരാധിച്ചാണ്, എല്ലാ കരങ്ങൾ പഠിച്ചാരാധിച്ചാണ്. നമ്മുടെ യേശു വരാൻ ഈ രാവിലെ ആരാധനയിൽ എല്ലാ ശാപക്കെട്ടുകൾ, എല്ലാ രോഗക്കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയാൻ ഒരു ഗുണമല്ല, അറിയുമല്ല, കഴിയാത്ത ദൈവാകൃപ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കട്ടെ. കരങ്ങൾ പഠിച്ചാരാധിച്ചാണ്. സൗഖ്യത്തിന്റെ രാത്രി എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ അഴിയട്ടെ. കൃപയേ, കൃപയേ, കൃപയേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകട്ടെ. ഒരു കാറ്റടിക്കുന്നത് പോലെ, ഒരു തീ കത്തുന്നത് പോലെ, ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ അന്ത്യകാലത്തെ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിൽ എന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. മേലാകാശത്തിലെ കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നാം തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആലിക്കോട്, ആലിക്കോട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. Oh, thank you, Lord. Oh, Lord. ഒരു നിമിഷം കൂടെ പീലാത്തോസിന്റെ അരമന, എല്ലാവരും ഇത് കേൾക്കണം. നാളെ യോഗമില്ല. ബൈബിൾ ആരും അങ്ങനെ പറയാറില്ല. പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുകൾ. 1 വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, 2 ബർബാസ്. അവർ നിലവിളിച്ച ദൂതൻ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും. യേശുവിനെ ക്രൂശിക്കുക. എല്ലാവരും ശ്രദ്ധയോട് അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. ഉച്ച കഴിഞ്ഞ ബർബാസിന്റെ വിധിന്യായം കിട്ടിയത്. കോടതിയിൽ നിന്നിറങ്ങിയ ബർബാസ് ചോദിച്ചു, യേശു എവിടെ? അവർ പറഞ്ഞു, അവനെ ക്രൂശിക്കാൻ കൊണ്ട്. അവൻ എവിടെ നിന്നിൽ ഓടി. അവൻ കാൽവറി മലയിൽ ദൂരെ കണ്ട കാഴ്ച. 2 കള്ളന്മാരുടെ നടുവിൽ യേശു പരമയാഗമായി കിടക്കുക. അവൻ അവിടെ നിന്ന് നിലവിളിച്ചെന്ന ചരിത്രം. ബൈബിളല്ല, പുറത്തെ ചരിത്രം. ഇസ്രായേൽ അവൻ ബർബാസ് ചങ്കത്തടിച്ചിട്ട് പറഞ്ഞു, അയ്യോ, 5 കോടതികൾ മാറി മാറി വിസ്തരിച്ചതാ, അവനിൽ ഒരു കുറ്റവുമില്ല. അയ്യോ, എനിക്ക് പകരമായി അവൻ്റെ കാൽവറിയിൽ 3 ആണികളിൽ മേൽ വേച്ചവൻ ഓടിപ്പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് യേശു പ്രാണനെ വിട്ടു. ചരിത്രം രേഖപ്പെടുത്തുന്നു, അവൻ എന്ത് ചെയ്തു? ബർബാസ് ആ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒഴുകുന്ന രക്തത്തെ വഹിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ രക്തം എന്നെ ഒന്ന് കഴുകണമേ. എനിക്കായി ഉണ്ടാക്കിയ ക്രൂശ എനിക്ക് പകരമായി അങ്ങ് യാഗമായി, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. ഇന്ന് രാത്രി ആര് കരമുയർത്തും? എൻ്റെ ക്യാൻസറിനെ കഴുകുവാൻ ആ പുണ്യാക രക്തത്തിന് കഴിയും. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി വേദിക്കകത്ത് മദ്യപാനികൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഇന്ന് രാത്രി കരമുയർത്തും. നീ കരമുയർത്തിയാൽ മതി. മകനെ, യേശുവിൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ആത്മഹത്യ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, ബർബാസ് കാലിൽ വീണതുപോലെ യേശുവിൻ്റെ പാതാരബിന്ദങ്ങളിൽ ഇന്ന് രാത്രി വീണുകൊണ്ട് കാൽവറി മലയിലേക്ക് നോക്കിക്കൊണ്ട് ആ രക്തമെന്ന് കഴുകണമേ. കരമുയർത്തിയാട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറ, ആ പുണ്യാക രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ പറ, ആ പുണ്യാക രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആ കരമുയർത്തിയാട്ടെ, ഈ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി കരമുയർത്തിയാട്ടെ. യെസ്, ആ സ്വർഗത്തിലെ ജീവൻ എല്ലാ കരങ്ങളും നിത്യജീവൻ കൊടുപ്പാന
എല്ലാ കരങ്ങളും ഉയരട്ടെ. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ഗതസമന ഗതസമന കരങ്ങൾ ഉയരട്ടെ. വനത്തിൽ അധികഭാരം വഹിച്ചതിനാൽ അതിവ്യതയിൽ ആയിട്ടും ആദരിഷ്ടം താതനിഷ്ടം നടപ്പതി അനുസരിച്ചോ. താതനിഷ്ടം നടപ്പതി അനുസരിച്ചോ. ദേവേശ ദേവേശ ദൈവത്തിന്റെ ആഴങ്ങളിൽ യേശുപരാ ജീവനെ നീയായി വെടിഞ്ഞോ. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. ഒരു ഭാഗം കൂടെ നിൻ മരണം. മരണം എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. എല്ലാ കരം വന്നരകം നരകം ഓ ആലിക്കോട്. നീയകറ്റി താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. മഹത്വം തേടി നീ എൻ കാലം എന്റെ കാലം കഴിപ്പാനായി അരുൾക കൃപ. എൻ കാലം എന്റെ കാലം കഴിപ്പാനായി അരുൾക കൃപ. എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. യേശ യേശുപരാ ജീവനെ നീയായി വെടിഞ്ഞോ. ജീവനറ്റ ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. നിത്യജീവൻ നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. കേൾക്കപ്പെട്ട ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ തുടർന്ന് കർത്താവിന്റെ ഒരു ദാസൻ പാസ്റ്റർ ജോർജ് മുന്നോട്ട് വന്ന് നമ്മെ പ്രാർത്ഥന നയിക്കും. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. പ്ലീസ് കം. നമ്മൾ കേട്ട ദൈവദിനത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ ആശ്രയിച്ചുകൊണ്ട് ദേശത്തിൽ പാർത്ത് വിശ്വസ്തത ആചരിച്ച് ഇതിരാപ്പി നമ്മൾ കേട്ട വചനത്തിൽ തന്നെ രസിച്ചുകൊണ്ട് ദൈവകാര്യങ്ങൾ നമ്മെ സമർപ്പിച്ചാട്ടെ. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളിൽ നിന്ന് നിവർത്തിക്കും. അവൻ്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ ആശ്രയിക്കുക, അവനത് നിനക്ക് നിർവഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് പോൽ കാലം കർത്താവ് സന്ധ്യവേളയിലും കർത്താവിൻ്റെ സന്ദേശം ദേശത്തോട് വിജയിപ്പിക്കുന്ന ദാസനെ അധികാരപ്പെടുത്തി സ്തുതിക്കുന്നു. കർത്താവ് 3 ദിവസക്കാലം കർത്താവ് ദേശത്തിൽ സന്തോഷമായി കർത്താവ് വചനത്തെ വിളിച്ചറിയിപ്പാൻ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയാണ് അതിനെ സ്തുതിക്കുന്നത്. വരുന്ന സംഭവങ്ങളും കർത്താവെ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും വചനത്തിൽ കൂടെ കർത്താവ് തന്നെ ദാസനെ വെളിപ്പെടുത്താൻ കർത്താവ് കൃപ നൽകിയല്ലോ. ആപ്പ കർത്താവ് ഞങ്ങളുടെ സൗകര്യങ്ങളെല്ലാം കേൾക്കുന്നിടയിൽ തീർന്നു. കർത്താവിനേക്കാളുപരി യേശു കർത്താവിൻ്റെ വരവിനായി ഒരു ഒരുങ്ങാൻ കർത്താവ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചുമരങ്ങണമേ. കർത്താവെ അത്ഭുതങ്ങൾ ചെയ്ത് കഴിക്കാൻ സ്തുതിക്കുന്നു. കർത്താവിൽ ഒരുക്കപ്പെട്ട കുടുംബത്തെ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം കഴിയും പറഞ്ഞ് സഹായിച്ചിടയ്ക്ക് അവൻ്റെ ദേശം പ്രദേശം എല്ലാം കർത്താവ് ഒരിക്കൽ വലിയ കഴിക്കാതെ സ്തുതിക്കുന്നു. അത്ഭുതം ചുമരങ്ങണമേ. കർത്താവെ അവയെ തിരുവചനം കേട്ട് ആരും ചതിക്കപ്പെടുവാൻ നീ അനുവദിക്കാതെ വണ്ണം എല്ലാവരും ദേവസ്വം കർത്താവ് രാജ്യത്ത് എത്തുവാൻ കർത്താവ് കൃപ നൽകണം. കർത്താവിൻ്റെ ദാസൻ കർത്താവ് ഇത് 3 ദിവസക്കാലവും കർത്താവെ വളരെ ശക്തമായ കർത്താവ് ദേശത്തിൽ മനസ്സിലാകത്തക്ക രീതിയിൽ കർത്താവിന് വചനം വെളിപ്പെടുത്താൻ കർത്താവ് നൽകി. നിലവിടുത്തന്നെ നീ സഹായിക്കണമേ. കർത്താവെ തൻ്റെ മടക്കതിൻ്റെ സാന്നിധ്യം കൃപയും പറഞ്ഞ് സഹായിക്കും ബലപ്പെടുത്തും. കൃപയിൽ മറിച്ചോളും ചെന്ന് ചേരുവോളും തമ്മിലുള്ള കൃപ കൊണ്ട് മറിക്കും.
എല്ലാ മഹത്വവും ബഹുമാനന്റെ കർത്താവ് എടുത്താട്ട് യേശു കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ താഴ്ത്തി ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. അവിടുന്ന് ദയതോതി കേൾക്കണമേ നല്ല പിതാവേ. ഒരു നിമിഷം കൂടെ ദയവായിട്ട് എല്ലാവരും ആയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ നിരുന്നാട്ടെ. തുടർന്ന് കൃതജ്ഞത അറിയിക്കുവാനായിട്ട് ശ്രേഷ്ഠ പാസ്റ്റർ ആന്റണി അവരെ ക്ഷണിക്കുന്നു.